ജ്ഞാനപ്രകാശേന വിശുദ്ധസത്വഃ യം പശ്യതി സ്വാത്മനി ചിന്ത്യമാനം ശ്രീസൗമ്യകാശീശമഹേശ്വരായ തസ്മൈ നമഃ സ്വാമി തപോവനായ തസ്മൈ സൗമ്യകാശീശമഹേശ്വരായ തസ്മൈ നമഃ സ്വാമി തപോവനായ തസ്മൈ നമഃ സ്വാമി തപോവനായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ. ശുകരൂപപ്രബോധജ്ഞാം സർവശാസ്ത്രവിശാരദ
ഏതൽകഥാപ്രകാശേന മദജ്ഞാനം വിനാശയാ. വന്ദേ നന്ദൗ വ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശാം യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. വംശീവിഭൂഷിതകരാത്മവനീരതാഭാത് പീതാംബരാതരുണബിംബപരാധരോഷ്ടാത് പൂർണേന്ദുസുന്ദരമുഖാത് അരവിന്ദനേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വം അഹം ന ജാനേ. ശ്രീകൃഷ്ണശരണം സമസ്തജഗതാം കൃഷ്ണം വിനാ കാഗരീം കൃഷ്ണേന പ്രതിഹന്യതേ കലിമലം കൃഷ്ണായ തുഭ്യം നമാം. കൃഷ്ണാൽത്രസ്യതി കാലഭീമഭുജഗം കൃഷ്ണസ്യ സർവം വശേ കൃഷ്ണേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ. ഭോ കൃഷ്ണ ത്വം ഏവാശ്രയഃ. ശ്രീകൃഷ്ണായ നമഃ. ഭീഷ്മര് സർവധർമ്മങ്ങളും ധർമ്മപുത്ര മഹാരാജാവിന് പറഞ്ഞു കേൾപ്പിച്ചു. അതുവഴി ധർമ്മപുത്രൻ്റെ സംശയങ്ങൾ തീർക്കൽ ഒരു വശത്ത്, മറുവശത്തോ ഭീഷ്മ പിതാമഹൻ്റെ മഹത്വം ലോകത്തെ അറിയിക്കൽ ഭഗവാന്റെ ഉദ്ദേശം. അതുമാത്രമല്ല, അങ്ങനെ ഭഗവാൻ പാണ്ഡവരെയും കൂട്ടി ഭീഷ്മരുടെ അടുത്തേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ സർവധർമ്മ രഹസ്യമായ വിഷ്ണു സഹസ്രനാമം നമുക്ക് കിട്ടൂലായിരുന്നു. സർവ ഉപദേശങ്ങളും കേട്ട് കഴിഞ്ഞപ്പോഴാണ് ധർമ്മപുത്രൻ്റെ ചോദ്യം, കോ ധർമ്മ സർവധർമാണാം ഭവതഃ പരമോ മതഃ കിം ജപന്മുച്യതേ ജന്തു ജന്മസംസാരബന്ധനാത്. ഏതൊരു ജന്തുവിനും ജനനമരണ രൂപമായ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആ പരമധർമ്മ രഹസ്യം എന്ത് എന്ന് ചോദിച്ചപ്പോഴാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന നീലമേഘശ്യാമളവർണ്ണനും സച്ചിദാനന്ദ വിഗ്രഹനും മഞ്ഞപ്പട്ടുടുത്തവനുമായ സർവേശ്വരൻ്റെ ശ്രീകൃഷ്ണൻ്റെ ആ രൂപത്തിൽ കണ്ണും മനസ്സിൽ ആ രൂപവും ഉറപ്പിച്ചുകൊണ്ട് പുഷ്പങ്ങളില്ലാതെ സഹസ്രനാമ പുഷ്പാഞ്ജലി ആദ്യമായിട്ട് ഭീഷ്മപിതാമഹൻ ചെയ്തത്. അതുവഴി എത്രയോ ആളുകൾ ഈ വിഷ്ണു സഹസ്രനാമം കൊണ്ട് ഭഗവാനെ സേവിച്ച് ഭഗവത് പദം പ്രാപിച്ചു എന്നർത്ഥം. അത് വലിയൊരു ഉപകാരമല്ലേ ചെയ്തത്. ധർമ്മപുത്രൻ്റെ സംശയം അവിടെ തീർത്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഗുണമുണ്ടായി. സഹസ്രനാമം കിട്ടിയോണ്ടോ നമുക്കൊക്കെ വലിയ ഒരു അനുഗ്രഹമായി എന്നർത്ഥം. അങ്ങനെ ഉപദേശം കഴിഞ്ഞ് മനസ്സിനെ എല്ലാത്തിനും പിൻവലിച്ച് ഏകാഗ്രമാക്കി നിസ്സംഗമാക്കി തീർത്തു. ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഭഗവാന്റെ മാഹാത്മ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് സ്തുതിച്ചത്. ഭഗവാൻ പാണ്ഡവരായ ഓരോരുത്തർക്കും ചെയ്തു കൊടുത്തതും വിശേഷിച്ച് തൻ്റെ ശിഷ്യനും സുഹൃത്തും പ്രിയനും എല്ലാമായ പാർത്ഥന് ചെയ്തു കൊടുത്ത ഉപകാരത്തെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ കണ്ടത്, അല്ലേ? പാർത്ഥന് മാത്രമല്ല ഭഗവാൻ പാർത്തട്ടിലിരുന്നു കൊണ്ട് ഗീതോപദേശത്തിലൂടെ അജ്ഞാനത്തെ തീർത്തു കൊടുത്തത്, പുറത്ത് ബാഹ്യശത്രുക്കളെ ഭഗവാൻ തീർത്തു കൊടുത്തു ഭാരതയുദ്ധത്തിലെ പാണ്ഡവന്മാർക്ക്. പക്ഷേ ആന്തരശത്രുവാണ് ഏറ്റവും വലിയ ശത്രു. അജ്ഞാനവും അഹങ്കാരവും അതാണ് ഏറ്റവും വലിയ ശത്രു എന്നർത്ഥം. ദേഹാഭിമാനവും അഹന്താ മമതകളുമാണ് സകല ദുഃഖങ്ങൾക്കും കാരണം. അതിനെയും ഭഗവാൻ തീർത്തു. അതുകൊണ്ടാണല്ലോ ഞാൻ കൊല്ലുന്നു, ഇവർ കൊല്ലപ്പെടുന്നു, എൻ്റെ ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള വിചാരം ഉണ്ടായത്. അതിനെയും ഭഗവാൻ തീർത്തു കൊടുത്ത് ആ ഭഗവാൻ ലോകത്തിന് ഗീതോപദേശത്തിലൂടെ മോക്ഷധർമ്മത്തെ പ്രകാശിപ്പിച്ചു കൊടുത്തു. ഈ തന്നിൽ വിശേഷിച്ച് ഭഗവാൻ ചെയ്ത കാരുണ്യത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടും തൻ്റെ കൃതജ്ഞതയെ ഭഗവാനോട് പ്രകാശിപ്പിച്ചുകൊണ്ടും പറയുകയാണ് രണ്ട് ശ്ലോകങ്ങൾ. സ്വനിഗമം അപഹായ മത്പ്രതിജ്ഞാം ഹൃദമധികർത്തുമവപ്ലുതോ രഥസ്ഥഃ ധൃതരഥചരണോഭ്യയാചരദ്ഗുഹു ഹരിരിവ ഹന്തുമിഭം ഗതോത്തരീയഃ. മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ ഒരു പ്രതിജ്ഞ ചെയ്തു. യുദ്ധത്തിലല്ല, യുദ്ധം ആരംഭിക്കണം മുമ്പ്. യുദ്ധം തീരുമാനമായതോടുകൂടി ധർമ്മപുത്രൻ്റെ പ്രേരണയാൽ ശ്രീ അർജുനനും
അതുപോലെ ഭീഷ്മരുടെ പ്രേരണയാൽ ദുര്യോധനും ദ്വാരയിലേക്ക് പോയി. ഇതിന് ശ്രീകൃഷ്ണൻ്റെ സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഭഗവാൻ രണ്ടു കൂട്ടരെയും സഹായിക്കാൻ തയ്യാറായി. പക്ഷെ ഒന്ന് പറഞ്ഞു അവിടുന്ന്, ഈ ധർമ്മയുദ്ധത്തിൽ ഞാൻ ആയുധമെടുക്കില്ല. ആയുധമെടുക്കാത്ത എന്നെ വേണോ അതോ എൻ്റെ സായുധ സേനയെ വേണോ? അപ്പോൾ ദുര്യോധനോടെ പറഞ്ഞു, ആയുധം എടുക്കാത്ത കൃഷ്ണനെ കൊണ്ട് എന്താ കാര്യം? കൃഷ്ണന് കാര്യമേക്കല്ലേ ശീലമുള്ളൂ, വെണ്ണയും പാലും കഴിച്ചല്ലേ ശീലമുള്ളൂ. അതുകൊണ്ട് യാദവരുടെ ആ സായുധ സേനയെ തനിക്ക് മതി പറഞ്ഞു. അർജുനനോ സന്തോഷിച്ചു. തനിക്ക് വേണ്ടത് സേനയല്ല, സകല ദേവന്മാരും സകല അസുരന്മാരും ഈ ഭൂമിയിലുള്ള എല്ലാ ശക്തികളും ഒരുമിച്ച് ഒരു ഭാഗത്തുനിന്ന് എതിർത്താലും അവരെയൊക്കെ അനായാസേന ജയിക്കാൻ സാധിക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ന് വിശ്വാസമുള്ള അർജുനൻ ഭഗവാനെ സ്വീകരിച്ചു. പക്ഷേ ഈ ഭാരതയുദ്ധത്തിൽ നമുക്ക് കാണാം, പലപ്പോഴും ലൗകിക രീത്യ അധർമ്മം എന്ന് തോന്നുന്ന പല പ്രയോഗങ്ങളും ഭഗവാൻ ചെയ്തു തൻ്റെ ഭക്തരെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അഥവാ ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അതിലൊന്നാണ് ഈ പ്രതിജ്ഞാഭംഗം. താൻ ചെയ്ത പ്രതിജ്ഞ ആയുധമെടുക്കില്ല എന്നാണ്. പക്ഷേ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആയുധമെടുത്തു. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം. ഭാരതയുദ്ധം 18 ദിവസം, അതിൽ 3-ാം ദിവസവും 9-ാം ദിവസവും ഭഗവാൻ ചക്രവുമേന്തിക്കൊണ്ട് സിംഹം ആനയുടെ മസ്തകത്തിൽ അടിച്ചു പിളരാൻ പാഞ്ഞു വരും കണക്കെ ഭീഷ്മരോട് കലിതുള്ളിക്കൊണ്ട് ഇപ്പം നിൻ്റെ കഥ ഞാൻ കഴിച്ചിട്ടേ ഇരിക്കുള്ളൂ എന്നുള്ളതിൽ ഓടി വന്നു അർത്ഥം. പക്ഷെ ആ ഓരോ സമയത്തും ഭഗവാൻ തൻ്റെ ചക്രായുധവുമായി തൻ്റെ കൊല്ലാനായിട്ട് വരണം കണ്ട സമയത്ത് തൻ്റെ കയ്യിലെ അമ്പും വില്ലും താഴെ വെച്ച് ഭീഷ്മര് തൻ്റെ കഴുത്ത് കാണിച്ചുകൊണ്ട്, ഭഗവാനെ അവിടുത്തെ ആ അസ്ത്രം എൻ്റെ കഴുത്തിൽ അയച്ച് എന്നെ അവിടത്തോട് ചേർത്ത് എനിക്ക് സായുജ്യം തന്നാലും എന്ന് പ്രാർത്ഥിച്ചു. കോപം അഭിനയിച്ചുകൊണ്ട് തന്നെ കൊല്ലാൻ ഓടി വരുന്ന ആ ഭഗവാന്റെ കണ്ണിലേക്ക് ഭീഷ്മരിങ്ങനെ ഉറ്റുനോക്കുക. പക്ഷേ ആ ഭഗവാന്റെ മുഖത്ത് കോപമുണ്ടെങ്കിലും കണ്ണിൽ കോപമല്ലായിരുന്നു അത്രേ, കാരുണ്യം തളം കെട്ടി നിൽക്കുകയായിരുന്നു, അലതല്ലിയായിരുന്നു, ഭക്തവാത്സല്യമായിരുന്നു. ആ ഭീഷ്മർക്ക് കോപിഷ്ഠനായി ആനയെ അടിച്ച് കൊല്ലാൻ വരുന്ന സിംഹത്തെ പോലെ കലിതുള്ളിക്കൊണ്ട് ഓടി വരുന്ന കൃഷ്ണൻ്റെ കണ്ണിൽ കാണാൻ സാധിച്ചത് അർത്ഥം. അതൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെയാ ഹൃദയം അലിയാണ്ടിരിക്കുക? കൃതജ്ഞത നിർഭരമായ ഹൃദയം. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. സ്വനിഗമം ചാലോ സ്വന്തം തീരുമാനം, അതായത് സ്വന്തം പ്രതിജ്ഞ. അപഹായാം, അതിനെ ഉപേക്ഷിച്ചു, വലിച്ചെറിഞ്ഞു. എന്തായിരുന്നു ഭഗവാന്റെ സ്വന്തം തീരുമാനം അല്ലെങ്കിൽ സ്വനിഗമം, ഭഗവാന്റെ പ്രതിജ്ഞ? ഞാൻ അസ്ത്രം എടുക്കില്ല എന്നുള്ളത്. ആ താൻ ചെയ്ത സത്യത്തെ പോലും ഭഗവാൻ ഉപേക്ഷിച്ചു. എന്തിന്? മത്പ്രതിജ്ഞാം, എൻ്റെ പ്രതിജ്ഞയെ, ഭക്തനായ എൻ്റെ പ്രതിജ്ഞയെ പരിപാലിക്കാൻ വേണ്ടി. ദുര്യോധനൻ തിരിച്ചു വന്ന് ജയിച്ചു, കൃഷ്ണൻ ആയുധം എടുക്കില്ല, സായുധസേന നമുക്ക് കിട്ടിയെന്ന് ഉറപ്പം ഭീഷ്മർ ചെയ്ത പ്രതിജ്ഞയാണ്. എന്നാൽ കൃഷ്ണനെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിക്കുന്നത്. നോക്കണം, ഭഗവാനെ വെല്ലുവിളിച്ചവനല്ലേ ഒരു നിലയ്ക്ക് ഈ ഭീഷ്മര്. എന്നാലും ആ ഭീഷ്മരുടെ ഭക്തി കൊണ്ട് ഭഗവാൻ വിചാരിക്കുകയാണ്, എൻ്റെ ഭക്തൻ ഒരിക്കലും തോൽക്കാൻ പാടില്ല, ഭക്തനെ വിജയിപ്പിക്കണം. എല്ലായിടത്തും ഭഗവാന്റെ തീരുമാനം അതാണ്. ഗുണാതീതനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് പ്രതിജ്ഞാ പരിപാലനവും പ്രതിജ്ഞാ ഹാനിയും ഒരുപോലെയുള്ളൂ. പക്ഷേ തൻ്റെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഭക്തൻ്റെ പ്രതിജ്ഞയ്ക്ക് ഹാനി വന്നുകൂടാ എന്നുള്ള വാത്സല്യാതിശയമല്ലേ ഭഗവാൻ തൻ്റെ പ്രതിജ്ഞയെ വലിച്ചെറിഞ്ഞ് ആയുധമെടുത്തത്. അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. സ്വനിഗമം അപഹായ, ഭാരതയുദ്ധത്തിൽ ആയുധമെടുക്കില്ല, യുദ്ധത്തിൽ ഞാൻ യുദ്ധം ചെയ്യില്ല എന്നുള്ള ശപഥത്തെ 3-ാം ദിവസം, ആദ്യത്തേത് 3-ാം ദിവസമാണ്, അവിടുന്ന് ഉപേക്ഷിച്ചും വെച്ച് അവപ്ലുതോരതസ്ഥ, ചമ്മട്ടിയും കടിഞ്ഞാണും പിടിച്ച് തേര് തെളിക്കുന്ന കൃഷ്ണൻ പെട്ടെന്ന് ചമ്മട്ടിയും കടിഞ്ഞാണും വലിച്ചെറിയറിയത്. വാസ്തവത്തിൽ അവിടുന്ന് വലിച്ചെറിഞ്ഞത് ചമ്മട്ടിയും കടിഞ്ഞാണും അല്ല, ഇനിയോ പ്രതിജ്ഞയാണ് വലിച്ചെറിഞ്ഞത് ഭഗവാൻ, തൻ്റെ പ്രതിജ്ഞയെ. എന്നിട്ടോ രഥസ്ഥ, രഥത്തുനിന്ന് ചാടി വീണിട്ട് ധൃതചരണ, കയ്യിൽ ചക്രായുധമേന്തിക്കൊണ്ട് അഭ്യാചലക്കുഹൂം, ഭഗവാൻ അദ്ദേഹത്തിൻ്റെ നേരേക്ക്, ഭീഷ്മരുടെ നേരേക്ക് ഓടി വരികയാണ്. ആ സമയത്ത് എന്താ ഉണ്ടായത്? ഭൂമി കുലുങ്ങിന്ന്, ഭഗവാന്റെ ഓരോ കാൽവയ്പ്പിലും ഭൂമി കുലുങ്ങിന്ന്. അതെന്താ?
ഭഗവാൻ ഓടണ സമയത്ത് ഭഗവാന്റെ വയറ്റിലുള്ള ബ്രഹ്മാണ്ടങ്ങൾ മുഴുവനുണ്ടല്ലോ, അതിൻ്റെ ഭാരം കൊണ്ട് ഭൂമിയിൽ ഓരോ കാൽവയ്പിലും ചലനമുണ്ടായി എത്രയെന്ന്. അങ്ങനെ ഭൂമിയെ ഇളക്കിക്കൊണ്ടാണ് സുദർശനവും കയ്യിലെടുത്തുകൊണ്ട് ഭഗവാൻ ഓടി വരുന്നത്. ആ ഓടുന്ന ഓട്ടത്തിൽ തൻ്റെ ഉത്തരീയം, തൻ്റെ അംഗവസ്ത്രം ഊരിപ്പോണത് പോലും ഭഗവാൻ അറിയുന്നില്ല. അങ്ങനെയാണ് ഗതോത്തരീയ, വീണുപോയ ഉത്തരീയത്തെ പോലും ശ്രദ്ധിക്കാതെ ചലദ്ഗുഹു, പാദം കൊണ്ട് ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് ഹരിരിവ, ഹരിയെ പോലെ. ഹരിഞ്ചാലോ ശ്രീഹരി എന്നൊരർത്ഥം, ഇവിടെ ഹരിച്ച സിംഹം എന്നർത്ഥം. ഹരി ഇഭം ഹന്തും, ഇഭം ആന, ആനയുടെ നേരം മതയാനയുടെ മസ്തകത്തിൽ അടിച്ചു പിളരാൻ സിംഹം ചാടും കണക്കെ ആണ്. ഇഭത്തിന് നേരെ ഹരി ചാടണ പോലെ അഭ്യാചലഗുഹു, എൻ്റെ നേരെ ആയുധവുമായിട്ട് പാഞ്ഞു വന്ന ഭഗവാനെ, അവിടുത്തെ ആ പദാരബിന്ദങ്ങൾ എനിക്ക് പരമഗതിയായി തീരട്ടെ. അവിടുത്തെ പാദങ്ങളിൽ എൻ്റെ മനസ്സ് ഭക്തിപൂർവ്വം ഉറയ്ക്കാൻ അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥന. ഇത് 3-ാം ദിവസം സംഭവിച്ചതാണ്. കൂർത്തുമൂർത്ത ശരങ്ങളെ കൊണ്ട് ഭീഷ്മര് പാണ്ഡവരെ നശിപ്പിക്കാൻ ഒരുപാട് സൈന്യങ്ങളെ നശിപ്പിച്ചു ഈ 3-9 ദിവസങ്ങളിൽ. പോരാത്തതിന് അർജുനന് രക്ഷയില്ല. താൻ ആയുധമെടുത്ത് യുദ്ധം ചെയ്തില്ലെങ്കിൽ തൻ്റെ ഭക്തനായ അർജുനൻ ആപത്തിൽപ്പെടും എന്നുള്ളൊരു നില വന്നു നടത്തം. അതാ അപ്പോൾ ഇവിടെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നു, അഥവാ ഭീഷ്മരെ തന്നെ പഠിപ്പിക്കുന്നു. എന്താ അത്? ഭഗവാന് തൻ്റെ പ്രതിജ്ഞയല്ല വലുത്, പിന്നെന്താ വലുത്? ധർമ്മമാണ് വലുത്. ഭഗവാന് വേണ്ടി തൻ്റെ പ്രതിജ്ഞയെ ഭീഷ്മരെ പിടിച്ചു തൂങ്ങിക്കിടക്കായിരുന്നില്ലേ? എന്നെന്താവും? ഭഗവാൻ ആയുധം എടുത്തില്ലെങ്കിൽ ഭാരത യുദ്ധത്തിൽ പാണ്ഡവർ ജയിക്കലുണ്ടാവില്ല, ഭീഷ്മരെ ജയിക്കാനാവില്ലല്ലോ. ഇനി ഭഗവാൻ ജയദ്രഥനെ, അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കൊന്ന അന്ന് ദുഃഖിതനും കോപിഷ്ഠനുമായ അർജുനൻ പ്രതിജ്ഞ ചെയ്തു, നാളെ സൂര്യാസ്തമനത്തിന് മുമ്പ് ജയദ്രഥൻ്റെ കഥ കഴിക്കും. ആ ജയദ്രഥൻ്റെ കഥ കഴിക്കും എന്ന് പറഞ്ഞ് അർജുനൻ കിടന്നുറങ്ങാൻ പോയി. പക്ഷെ ഭഗവാൻ ഉറക്കം വന്നില്ല എന്നാണ്. ശ്രീകൃഷ്ണൻ ഇന്ന് രാത്രിയിൽ മുഴുവനും നാളത്തെ യുദ്ധത്തെക്കുറിച്ചിട്ടുള്ള ചിന്തയാണ്. നാളെ യുദ്ധത്തിൽ അർജുനന് ജയദ്രഥനെ കൊല്ലാനാകില്ല. എന്താണ്ടാവും? നാളെ എന്തായാലും ഭാരതത്തിൽ കൗരവന്മാർ പാണ്ഡവരോട് യുദ്ധം ചെയ്യില്ല, ജയദ്രഥനെ രക്ഷിക്കാൻ നോക്കുള്ളൂ. എന്താ കാരണം? ജയദ്രഥനെ നാളെ അർജുനന് കൊല്ലാൻ പറ്റാണ്ടിരുന്ന അർജുനൻ തീ ചാടി ചത്തോളാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാരത യുദ്ധം കഴിഞ്ഞുവല്ലോ. അപ്പോൾ എങ്ങനെയും ജയദ്രഥ രക്ഷയല്ലേ അവർ മുഴുക? ഭഗവാൻ ചിന്തിക്കുകയാണ്. അവസാനം തൻ്റെ തേരാളിയെ വിളിച്ച് പറയുകയാണ്, നാളെ ഭാരത യുദ്ധത്തിൽ ജയദ്രഥനെ ഒരു പക്ഷേ അർജുനന് കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ ആ ജയദ്രഥനോട് ഞാനായിരിക്കും യുദ്ധം ചെയ്ത് ജയദ്രഥനെ കൊല്ലുക. അപ്പം എങ്ങനെ അറിയുക? തേര് തെളിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ ചമ്മട്ടിയും കൈയും കടിഞ്ഞാണൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഹംസധ്വനി രാഗത്തിൽ തൻ്റെ പാഞ്ചജന്യം വിളിക്കും. ആ സമയത്ത് തൻ്റെ തേരുമായി തയ്യാറായി നിന്നോളെന്ന് വരെ ഭഗവാൻ നിർദ്ദേശം കൊടുത്തിരിക്കും തൻ്റെ സാരഥിക്ക്. നോക്കണം, അപ്പോൾ ഭഗവാൻ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി എന്ത് അകൃത്യശതങ്ങളും ചെയ്യാൻ തയ്യാറാണ്. ഭീഷ്മരൊരു പ്രതിജ്ഞയിൽ മുറുകിപ്പിടിച്ചുകൊണ്ടാണ് ഈ അനർത്ഥങ്ങൾ ആപത്തുകൾ മുഴുവൻ ആ രാജധാനിയിൽ വന്നതല്ലേ. എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു ഭീഷ്മർക്ക് രാജാവായി ഈ ധർമ്മത്തെയും വംശത്തെയും സംരക്ഷിക്കാൻ. ശരിയല്ലേ? ആ സന്ദർഭങ്ങളൊക്കെ അദ്ദേഹം ഞാൻ പറഞ്ഞ പ്രതിജ്ഞ വലുത് എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞയിൽ കടിച്ചു തൂങ്ങി അല്ലേ. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അവർ ചെയ്യുന്ന ഓരോ അധർമ്മവും കണ്ടു നിന്ന് ആ മനോവേദന അനുഭവിക്കേണ്ടി വന്നു അദ്ദേഹം. അവസാനം അതിന് കൊടുക്കേണ്ടി വന്ന വില എന്താ? അതാണ് ശരശയിലുള്ള 59 ദിവസത്തെ കിടപ്പ്. അതൊക്കെ വലിയ തത്വം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഭഗവാൻ എത്ര പ്രാക്ടിക്കലാണെന്ന് ആലോചിച്ച് നോക്കൂ. താൻ ധർമ്മ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് തന്നെ, അവതരിച്ചിരിക്കുന്നത് തന്നെ അല്ലേ. ധർമ്മം അനുഷ്ഠിക്കുന്നവരിലൂടെ മാത്രമേ ധർമ്മത്തെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തൻ്റെ വാക്കല്ല വലുത്, ധർമ്മരക്ഷയാണ് വലുത്. ആ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി തൻ്റെ വാക്ക് വലിച്ചെറിയാൻ താൻ തയ്യാറാണ്. അതാണ് ഭഗവാൻ ഇവിടെ കാണിച്ചത്. പിന്നെയും ശിതവിശിഖഹതോ വിശീർണദംശഃ ക്ഷതജ പരിപ്ലുത ആദതായിനോ മേ പ്രസഭമധി അഭിസസാരമത്വദാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദഃ. ഭഗവാൻ അർജുനൻ്റെ സാരഥിയായി നിൽക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ ദിവ്യ സൗന്ദര്യം കണ്ട് ആസ്വദിക്കുകയാണ് ഭീഷ്മര്. നോക്കണം, ഭഗവാന്റെ ഭക്തവാത്സല്യവും കാരുണ്യവും കണ്ട് ആസ്വദിക്കുക.
പക്ഷേ ഭഗവാനതല്ല. ഭഗവാൻ ബദ്ധശ്രദ്ധന അതിന് മുമ്പിൽ ഭീഷ്മൻ നിൽക്കണമെന്ന് പോലും നോക്കണില്ല. പിന്നെയോ അർജുനൻ്റെ രക്ഷ ഏത് വിധേനയും ശത്രുവിൻ്റെ കൂരമ്പത്ത് നിന്ന് തൻ്റെ ഭക്തനെ രക്ഷിക്കണമെന്നുള്ള മറ്റച്ഛതയാണ്. ആ സമയത്ത് എന്ത് ചെയ്യും? ഭഗവാന്റെ ശ്രദ്ധ തന്നിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഓരോ കൂരമ്പുകൾ ഭീഷ്മർ ഭഗവാന്റെ മേലെ അയക്കുന്നത്. അതാണ് യഹ ആതതായിനഹ. ആതതായിയായ ഞാൻ ചൽ ഭഗവാന് നേരെ ആയുധവുമായി നിൽക്കുന്ന, ഭഗവാന്റെ കയ്യിൽ ആയുധമില്ലല്ലോ, ഭഗവാനെ ആയുധം കൊണ്ട് നേരിടുന്ന ഞാൻ. മേ ശിതവിഷിഹത. ഞാൻ അയക്കുന്ന ഓരോ മൂർച്ചയുള്ള അസ്ത്രങ്ങൾ ഏറ്റിട്ട് ഭഗവാന്റെ വിശീർണദംശ, ഭഗവാന്റെ പോർച്ചട്ടയൊക്കെ പൊട്ടി, ക്ഷതജ പരിപ്ലുത, കവചമെല്ലാം പൊളിഞ്ഞുപോയി, ശരീരമെല്ലാം മുറിഞ്ഞ് നീലമേഘ ശ്യാമളവർണ്ണനായ ഭഗവാന്റെ ശരീരം മുഴുവനും ചോരയിൽ കുളിച്ചു. അങ്ങനെയുള്ള ആ ശരീരത്തോടുകൂടി ഭഗവാൻ മത് പദാർത്ഥം പ്രസവം അഭിസസാരാം, എന്നെ കൊല്ലാനെന്ന ഭാവത്തിൽ ഓടി വന്നു അല്ലേ. അങ്ങനെയുള്ള മുക്തിപ്രദനായ ഭഗവാൻ മുകുന്ദ, ആ മുക്തിപ്രദനായ ഭഗവാൻ കൃഷ്ണൻ മേ ഗതിഹി ഭവതു, എനിക്ക് പരമഗതിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം താൻ എന്തെല്ലാം ദ്രോഹം ചെയ്തു? ഒന്ന്, അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്നു. രണ്ടാമത് ഈ അവസരം അധർമ്മത്തിന് മുഴുവൻ കൂട്ടു നിന്നു. മൂന്നാമത് ഭഗവാനെതിരെ പ്രതിജ്ഞ ചെയ്തു അല്ലേ. നാലാമത് ഭഗവാന്റെ നേരെ കൂരം പെയ്ത് ഭഗവാന്റെ പൊന്നു തിരുമേനി മുഴുവൻ മുറിച്ച് രക്തം മാല് മുഴുവൻ അറച്ചു അല്ലേ. ഇങ്ങനെയൊക്കെ ഭഗവാന് എതിരായി ചെയ്തിട്ടും പാണ്ഡവർക്ക് എത്രയോ ദ്രോഹങ്ങൾ ചെയ്തതിന് കൂട്ടുനിന്നു. ഇതൊക്കെ ചെയ്തിട്ടും ഭഗവാൻ അത് കണക്കാക്കിയില്ല. അയാൾ എൻ്റെ നാമം ജപിച്ചിട്ടുണ്ട്, എൻ്റെ കഥ കേട്ടിട്ടുണ്ട്, എൻ്റെ ഭക്തനാണെന്നുള്ളതായ ആ വിചാരത്തിൽ ഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അനുഗ്രഹിക്കാൻ ആയുധവുമേന്തി എന്നേരെ വന്നില്ലേ. അങ്ങനെയുള്ള ഭഗവാന്റെ ആ കൃപയ്ക്ക് മുമ്പിൽ കൃതജ്ഞത നിർഭരമായ ഹൃദയത്തോടുകൂടി നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെയുള്ള കൃഷ്ണൻ എനിക്ക് പരമഗതിയായി തീരട്ടെ. സ ഭഗവാൻ മുകുന്ദ മേ ഗതി അസ്തു. അങ്ങനെയുള്ള ഭക്തപ്രതിജ്ഞ പരിപാലകനായ മുക്തിപ്രദനായ ഭഗവാൻ എനിക്ക് പരമഗതിയായി തീരട്ടെ. എൻ്റെ മനസ്സ് ആ ഭഗവത്പാദങ്ങളിൽ ഭക്തിപൂർവം വിലയിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്തു ചെയ്തും ഭക്തരക്ഷ ചെയ്യാൻ വ്യഗ്രനായ ആ ഭഗവാന്റെ പാദത്തിൽ ഭക്തി ഉണ്ടാകണമേ എന്നാണ് പ്രാർത്ഥന മുഴുവൻ. വിജയരഥ കുടുംബ ആത്തതോത്രേ ധൃതഹയരശ്മിനി തശ്രിയക്ഷണീയേ ഭഗവതിരധിരസ്തു മേ മുമൂർഷോ യമിഹ നിരീക്ഷ ഹദാഗദാസരൂപം. വിജയരഥ കുടുംബേ, അർജുനൻ്റെ തേരാകുന്ന കുടുംബത്തിൽ ഭഗവാൻ നിന്നുകൊണ്ട് ധൃതഹയരശ്മനി, കടിഞ്ഞാണും ചമ്മട്ടിയും ധരിച്ചുകൊണ്ട് തശ്രിയ ഈക്ഷണീയേ ഭഗവതി, ഭക്തവാത്സല്യ സൂചകമായ ആ പാർത്ഥസാരഥിയുടെ വേഷം കെട്ടി. അർജുനൻ്റെ സാരഥിയായി തന്നെ എന്താ ഭക്തവാത്സല്യം കാണിച്ചുകൊണ്ടാണ് അല്ലേ. അങ്ങനെ കമനീയമായിട്ടുള്ളതായ ഭക്തവാത്സല്യം കൊണ്ട് പാർത്ഥസാരഥി വേഷം സ്വീകരിച്ച് അത്യന്തം ആ ഭക്തവാത്സല്യം കൊണ്ട് ശോഭിക്കുന്ന ഭഗവാൻ ആ പാർത്ഥസാരഥിയായി നിന്നതിലൂടെ എന്താ ചെയ്തത്? യമിഹ നിരീക്ഷ ഹതാ ഗദാസ്വരൂപം. ഇവിടെ വെച്ച് ഈ ഭാരതയുദ്ധത്തിൽ വെച്ച് ശത്രുക്കളുടെ കൂരമ്പ ഏറ്റ് വീണ് മരിക്കുന്ന ഓരോരുത്തരും അവിടത്തെ ദർശിച്ചിട്ടാണ്. യം നിരീക്ഷ, ആരെ കണ്ടിട്ടാണ്, ആരെ ദർശിച്ചിട്ടാണ്, ആരെ നിരീക്ഷിച്ചിട്ടാണ് ഗദാ ഹതഃ മരിക്കപ്പെട്ടത്, ദേഹം വിട്ടത്. അവരൊക്കെ സ്വരൂപം ഗതഃ, ഭഗവാനുമായി സാരൂപ്യമുക്തി പ്രാപിച്ചു. അപ്പോൾ പാർത്ഥസാരഥിയായത് അർജുനനെ രക്ഷിക്കാൻ എന്ന് നമുക്ക് തോന്നൂലേ. അത് ശരി, ഒരു വശത്ത് ഭഗവത് വാത്സല്യം പ്രകാശിപ്പിച്ചുകൊണ്ട് അർജുനൻ്റെ സാരഥിയായി. പക്ഷെ അതേ സമയത്തോ ഈ പാർത്ഥസാരഥത്തിലൂടെ ഭഗവാൻ മറ്റൊന്ന് ചെയ്തു. എത്രയോ ദുഷ്ടന്മാരായ അസുരന്മാരെ ഭഗവാൻ നേരിട്ട് വധിച്ച് മോക്ഷം കൊടുത്തു. പോരാതെ അർഹത ഉണ്ടോ ഇല്ലയോ ഈ ഭാരതയുദ്ധത്തിൽ ശത്രുവിൻ്റെ അമ്പെയ്ത് മരിച്ചു വീഴുന്ന ഓരോരുത്തരും ഭഗവാനെ നിരീക്ഷിച്ച ഈ ശ്രീകൃഷ്ണനെ, ഈ പാർത്ഥസാരഥിയുടെ മുഖാരവിന്ദം കണ്ടിട്ടാണല്ലോ മരിച്ചത്. അവരെല്ലാവരും എവിടെ എത്തിക്കണിപ്പോൾ? ദേഹം വിട്ടിട്ട് സ്വരൂപം ഗതാഹ, ഭഗവാന്റെ സ്വരൂപത്തെ പ്രാപിച്ചു, സാരൂപ്യമുക്തി അടഞ്ഞു. ഇതിപ്പോൾ എങ്ങനെയാണ് ഭീഷ്മർ മനസ്സിലാക്കിയത്? ഭീഷ്മർക്ക് ദിവ്യദൃഷ്ടി ഉണ്ടായി. ഭീഷ്മർ ഭഗവത് സ്വരൂപം കൈവരിച്ചു കഴിഞ്ഞുവല്ലോ, ജീവൻമുക്തനാണല്ലോ. ജ്ഞാനിയായ അദ്ദേഹത്തിന്
ഇതെല്ലാം ദിവ്യദൃഷ്ടി കൊണ്ട് കാണാൻ സാധിച്ചു നാം. അങ്ങനെയുള്ള ഭഗവതി മുമൂർഷോഹമേ, മരിക്കാൻ ശരീരത്തെ ഉപേക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന എനിക്ക് അങ്ങനെയുള്ള ആ ഭഗവാന്റെ പാദത്തിൽ രതിയുണ്ടാവണമേ, പ്രേമമുണ്ടാകണമേ എന്നാണ് പ്രാർത്ഥന. അപ്പം ഈ പരിപൂർണ അവതാരമായ കൃഷ്ണാവതാരത്തിൽ അനേകം ദുഷ്ടന്മാർക്കും കൂടി ഭഗവാൻ നിത്യാനന്ദം കൊടുത്തു, അതാ മുക്തി കൊടുത്തു. അത് പോരാണ്ടാണോ തോന്നും, അർജുനൻ്റെ സാരഥ്യം വഹിച്ചുകൊണ്ട് യുദ്ധക്കളത്തിൽ വന്ന് ആ യുദ്ധക്കളത്തിൽ മരിച്ച ഓരോരുത്തർക്കും ഭഗവാൻ സാരൂപ്യ മുക്തി കൊടുത്തതെന്ന് അർത്ഥം. ആർക്കാണ് ഭഗവാനെപ്പം മുക്തി കൊടുക്കാത്തത് അല്ലേ? ഇവർക്ക് പോലും ഭഗവാൻ മുക്തി കൊടുക്കണമെങ്കിൽ പിന്നെ ഭഗവാനെ ഭജിക്കുന്ന ഭക്തന്മാർക്ക് മുക്തി കിട്ടാൻ പ്രയാസമുണ്ടാകുമെന്ന് ചോദിക്കുക. അടുത്ത ശ്ലോകത്തിൽ ആ ഭഗവാനെ പരമപ്രേമത്തോടുകൂടി മോഹിച്ച കാമിച്ച ഭാഗ്യവതികളായ ആ ഗോപികമാർക്ക് ഭഗവാൻ മുക്തി കൊടുത്തതിനെക്കുറിച്ച് പറയാം. ഭഗവാന്റെ കാരുണ്യത്തെ സൂചിപ്പിക്കുകയാണ് ആ രംഗം. ക്ഷത്രിയന്മാർക്ക് വീരസ്വർഗമാണ് യുദ്ധക്കളത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അല്ലേ? ആ ദേവിമാരുടെ സ്ഥിതിയോ അതല്ലല്ലോ. അവർ ആദ്യത്തിൽ ഭഗവാൻ ഈശ്വരനാണെന്ന് അറിഞ്ഞ് മാഹാത്മ്യം അറിഞ്ഞിട്ടല്ലോ സ്നേഹിച്ചത്. പിന്നെയോ ജാരബുദ്ധ്യാഭിസംഗത എന്ന ഭഗവാൻ തന്നെ ഉദ്ധവോദേശിൽ ഇടയ്ക്ക് പറയും അല്ലേ? അവർ കാന്താഭാവത്തിലാണ് ഭഗവാനെ സമീപിച്ചത് അല്ലേ? ഭഗവാന്റെ സൗന്ദര്യം, ഭഗവാന്റെ നോട്ടം, ഭഗവാന്റെ നടത്തം, ആ കൃഷ്ണൻ്റെ ഓരോ വായ്മൊഴികൾ, ലീലാവിലാസങ്ങളൊക്കെ കണ്ട് ആകൃഷ്ടരായി കൃഷ്ണനിലവർ അല്ലേ? അങ്ങനെ ആ കൃഷ്ണനെ മറക്കാൻ പറ്റാത്ത നിലയിലായി അവർ. വൃന്ദാവന ലീലയിൽ, ആ രാസലീലയിൽ ഭഗവാൻ അവരെ സൗഭഗമതം തീർക്കാൻ വേണ്ടി അവരിന്ന് മറഞ്ഞു പോയ സമയത്ത് ആ രാത്രിയിൽ ഭഗവാന്റെ പൂതനാമോക്ഷം മുതൽ ഗോവർദ്ധനോദ്ധാരണം വരെയുള്ള ലീലകൾ ഭാവനയിൽ കണ്ട് സ്വയം അഭിനയിച്ചു വരുന്നത്. അങ്ങനെയുള്ള ആ ഗോപികമാർക്കും ഭഗവാൻ കൊടുത്തെന്താ? സായുജ്യമുക്തിയാണ്. ഓരോരുത്തർക്കും ആ രാസലീലയുടെ ഭഗവാൻ മോക്ഷത്തെ കൊടുത്ത് അനുഗ്രഹിച്ചു. അതാണ് അടുത്ത ശ്ലോകം. ലളിത ഗതിവിലാസവൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാനാഹം കൃതമനുകൃതവത്യ ഉന്മദാന്ധാഹ പ്രകൃതി മകൻ കില യസ്യ ഗോപവധ്വഹാം. ലളിതഗതിവിലാസം, ഭഗവാന്റെ ലളിതമായ മനോഹരമായ നടത്തം, ആ ഭഗവാന്റെ മനോഹരമായ മന്ദഹാസം, പ്രണയപൂർവമായ കടാക്ഷം, ഇവയെ കൊണ്ട് ആ ഗോപിമാരുടെ മനസ്സ് തന്നിൽ ആകൃഷ്ടമായി നൃത്തം. അങ്ങനെ ആ ഭഗവത് പ്രേമം ഉത്കടമായപ്പോഴോ മതോന്മത്തരായി അവർ നൃത്തം അല്ലേ? അങ്ങനെ ഉത്കടമായ മതത്തോടുകൂടി ഭഗവാന്റെ ആ വിയോഗത്തിൽ ഭഗവാനെ തന്നെ സ്മരിച്ച് 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 കൃതമനുകൃതവത്യ ഉന്മദാന്ത, ആ ഉന്മാദാവസ്ഥയിൽ ഭഗവാനുമായി തന്മയീഭവിച്ച അവർ പോലും പ്രകൃതി മകൻ, അവരോരോരുത്തരും അവരെ ആ ദേഹബോധത്തെ വിസ്മരിച്ച് ഓരോരുത്തരും ആ ഭഗവത് സ്വരൂപം സാക്ഷാത്കരിച്ച് ഭഗവത് പ്രാപ്തി കൈവരിച്ചു. അങ്ങനെയുള്ള അർഹതയില്ലാത്ത ഗോകുലത്തിലെ ആ നിസ്സാര സാധാരണക്കാരെന്ന് വിചാരിക്കുന്ന ആ ഗോപിമാർക്ക് പോലും സായുജ്യമുക്തി കൊടുത്ത ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാതാരബിന്ദങ്ങളിൽ എൻ്റെ മനസ്സ് ഭക്തിപൂർവ്വം രമിക്കാൻ ഇടവരണമേ എന്നാണ് പ്രാർത്ഥന. അപ്പോൾ ഇവിടെ ഗോപിമാർക്കുണ്ടായത് ബന്ധനത്തിന് കാരണമായ കാമവികാരമാണ് അല്ലേ? പക്ഷേ ആ വികാരം ഭഗവാൻ തിരിച്ചു വിട്ടപ്പോഴോ അതും മോക്ഷോപായമായി പരിണമിച്ചു നത്തം. മേൽപ്പത്തൂർ പറയും രാഗസ്താവത് ജായദേഹി സ്വഭാവാത്. ഓരോരുത്തരോട് നമുക്കിഷ്ടം സ്വാഭാവികമായിട്ടുണ്ടാവും അല്ലേ? പക്ഷേ മോക്ഷോപായോ യത്നതസ്യാന്നവാസ്യാൽ, മോക്ഷത്തിനുള്ള വഴി പരിശ്രമിച്ചാൽ ഉണ്ടാവാണ്ടിരിക്കാം അല്ലേ? ഗോപിമാരെ സംബന്ധിച്ചിടത്തോളം താസാം ത്വേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹിമാം ആരുദേശാം. രാഗസ്താവത് ജായദേഹി സ്വഭാവാൽ, സ്വാഭാവികമായി നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അനുരാഗം, വ്യക്തികൾക്ക് തമ്മിലുണ്ടാകുന്ന അനുരാഗം ഇവർക്കുണ്ടായി, അത് കൃഷ്ണനോടായി എന്ന് മാത്രമേ ഉള്ളൂ. ആ അനുരാഗം എവിടെ എത്തിച്ചു അവരെ ഭഗവത് അനുഭൂതിയിലേക്ക്, സാക്ഷാത്കാരത്തിലേക്ക് നയിച്ചു നത്തം. അപ്പം ഇങ്ങനെ ഭഗവാൻ തന്നെ മാത്രമല്ല ആ ഗോപിത്തമ്പുരാട്ടിമാരെയും ഭഗവാൻ മോക്ഷ സൗധത്തിലേക്ക് എത്തിച്ചില്ലേ? അത് ഭഗവാന്റെ വാത്സല്യം, കാരുണ്യം. ഇനിയും ഭഗവാന്റെ ജഗത് പൂജ്യത്വത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് സ്തുതി. ധർമ്മപുത്ര മഹാരാജാവ് നടത്തിയ രാജസൂയയാഗത്തിൽ എത്രയെത്ര മഹാന്മാരായ യോഗീശ്വരന്മാർ, ഋഷീശ്വരന്മാർ, ഭക്ത അഗ്രണികൾ
അല്ലേ ക്ഷത്രിയൻ ശ്രേഷ്ഠന്മാർ ഇവരൊക്കെ നിറഞ്ഞിരിക്കുന്ന സദസ്സിലല്ലേ സർവരാലും ആരാധ്യനായ ആളെ പൂജിക്കേണ്ട ആ അഗ്രപൂജ സ്ഥാനത്ത് ആരെ പൂജിക്കണം എന്ന് ആലോചിച്ച സമയത്ത് എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു കൃഷ്ണനെയാണ് പൂജിക്കേണ്ടത്. കൃഷ്ണൻ ആണ് ഈ ജഗത്ത്, ഐതദാത്മ്യമിതം ജഗത്. ഈ കൃഷ്ണനാണ് ഈ പ്രപഞ്ചമായിരിക്കുന്ന ഭഗവാൻ. അതുകൊണ്ട് കൃഷ്ണനെ പൂജിച്ചാൽ ഈ ലോകത്തെ മുഴുവൻ പൂജിച്ചു എന്ന വാക്ക് കേട്ട് സർവാരാധ്യനായ ആളെ ആയിട്ട് കൃഷ്ണനെ കണ്ടുകൊണ്ട് ആ അഗ്രാസനത്തിലെത്തി ഭഗവാനെ പൂജിച്ചു. അങ്ങനെ അന്ന് യോഗീശ്വരന്മാരാലും ഭക്തകോടികളാലും ആദരിക്കപ്പെട്ട് അഗ്രാസന പൂജ സ്വീകരിച്ച ആ പ്രഭുവല്ലേ ഇന്ന് ഭഗവാനെതിരെ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടും അതൊന്നും കണക്കാക്കാതെ എന്നോടുള്ള കൃപയും കാരുണ്യവും വാത്സല്യവും പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്ന് എന്നെ അനുഗ്രഹിക്കാൻ ഈ മരണസമയത്ത് എനിക്ക് ദിവ്യദർശനം തരാൻ വേണ്ടി എൻ്റെ മുമ്പിൽ എഴുന്നള്ളി നിൽക്കുന്നത് ഞാൻ എന്തൊരു ഭാഗ്യം ചെയ്തു എന്നാ. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഉണ്ടാവാനുണ്ടോ എന്നാണ് ഭീഷ്മരുടെ വിചാരം. മുനിഗണ നൃപസര്യ സങ്കുലേന്ദ സദസി യുധിഷ്ഠിരരാജസൂയ ഏഷാം അർഹണമുപഭേദ ഈക്ഷണീയോ മമ ദൃശിഗോചര ഏഷ ആവിരാത്മാ. യുധിഷ്ഠിര രാജസൂയെ ധർമ്മപുത്ര മഹാരാജാവ് നടത്തിയ രാജസൂയത്തിൽ മുനിഗണ നൃപവര്യസങ്കുലേ ധാരാളം ഋഷിമുനികളും ശ്രേഷ്ഠന്മാരായ ഭക്തന്മാരും രാജാക്കന്മാരും നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ, ആ പരിപൂർണ സദസ്സിൽ അന്തസ്സദസി ഏഷാമീക്ഷണീയ സഹ ഇവർക്കെല്ലാം അവരെല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞു അഹോ രൂപം, അഹോ മഹിമ. ഈ ശ്രീകൃഷ്ണനെപ്പോലെ ഇത്രയും മഹാനായ ആൾ ഈ ലോകത്തിൽ ആരാളുള്ളത്? അതുകൊണ്ട് സർവാരാധ്യൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ എന്ന് എല്ലാവരാലും പ്രശംസിക്കപ്പെട്ടു. അങ്ങനെ ആശ്ചര്യത്തോടുകൂടി അവരെല്ലാവരെയും വാക്ക് കേട്ട് ധർമ്മപുത്ര മഹാരാജാവ് ഭഗവാനെ ആ സദസ്സിൽ അഗ്രപൂജ ചെയ്തു നടത്തും. അർഹണമോപേതേ അഗ്രപൂജ ചെയ്തു. ആ അഗ്രപൂജ സ്വീകരിച്ച ഏഷാത്മാ ആ സർവാത്മാവായി സച്ചിദാനന്ദമൂർത്തിയായി യോഗേശ്വരേശ്വരനായ ആ കൃഷ്ണനല്ലേ ഇപ്പതാ മമ ദൃശിഗോചര ആവി എൻ്റെ ഈ മാംസക്കണ്ണുകൾക്ക് വിഷയമായി എന്നെ അനുഗ്രഹിക്കാൻ എൻ്റെ മുമ്പിൽ എഴുന്നള്ളിക്കുന്നത്. ഇതിനേക്കാളും വലിയ ഭാഗ്യാതിശയം എന്താ വേണ്ടത്? കൃഷ്ണനും കൃഷ്ണൻ്റെ മഹിമ എവിടെ, ഞാനെവിടെ? ആ യോഗീശ്വരന്മാരാൽ പോലും ആരാധ്യനായ അഗ്രാസന പൂജ സ്വീകരിച്ച സർവേശ്വരനാണ്, സച്ചിദാനന്ദ പ്രഭുവാണ് ഇന്ന് ഈ യുദ്ധക്കളത്തിൽ കിടന്ന് മരിക്കാൻ പുറപ്പെടുന്ന എന്നെ കാണാനും അനുഗ്രഹിക്കാൻ വേണ്ടി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. എനിക്ക് ഇതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലോ, ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം എനിക്ക് എന്ത് വേണമെന്നാണ്. അപ്പോൾ ആ ഭഗവത് ദർശനത്തിൻ്റെ സൗഭാഗ്യത്തെക്കുറിച്ച് ഭീഷ്മർ അതിനോടുള്ള ധന്യതയെക്കുറിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ ഓർമ്മിക്കണം നത്തം. അപ്പോൾ ഭഗവാന്റെ സർവേശ്വരത്വം, ഭഗവാന്റെ കാരുണ്യം, ഭക്തവാന്റെ ഭക്തവാത്സല്യം, ഇതൊക്കെയാണ് ഈ മൂന്ന് ലീലകളിലൂടെ പ്രതിപാദിച്ചത്. ഇനി ആ ഭഗവാനെ ഇപ്രകാരം കാണാനും തൻ്റെ ഹൃദയത്തിലും അനുഭവിക്കാനും സാധിച്ചുകൊണ്ട് ഞാൻ കൃതാർത്ഥനായി എന്നാണ് ഭീഷ്മർ പറയുന്നത്. ആരാണ് ഈ കൃഷ്ണൻ? സകല ചരാചരങ്ങളുടെ ഹൃദയത്തിലും അന്തരാത്മാവായി വിളങ്ങുന്നവനാണ്. ഹൃദിഷ്ഠം പുരയാമാസമായോപാത്ത വിഗ്രഹം എന്ന് കണ്ട സമയത്തിനെ പറഞ്ഞു അല്ലേ, എല്ലാവരുടെയും ഹൃദയത്തിൽ ആത്മസ്വരൂപനായി വിളങ്ങുന്നവനാണ് നൃത്തം. എല്ലാവരെയും ഉള്ളിരിക്കുന്ന ആ ആത്മതത്വം ഏകനായ ഭഗവാനാണ്. ആ ഭഗവാനെ അപ്രകാരം അറിഞ്ഞ് സർവാത്മഭാവം കൈവന്നു ഭീഷ്മർക്ക്, ജീവൻ മുക്തനായി നൃത്തം. അത് പറഞ്ഞുകൊണ്ടാണ് ഭേദഭാവന അസ്തമിച്ച് പല പല ഉപാധികളിൽ പലതായി തോന്നുന്ന ആ ചൈതന്യം ഏകനായ അവിടുന്നാണ്, കൃഷ്ണനാണ് എന്ന് തിരിച്ചറിഞ്ഞ് കൃതാർത്ഥനായി ഞാനിതാ എൻ്റെ ദേഹത്തെ ഉപേക്ഷിച്ച് എൻ്റെ മനസ്സിനെ ഭഗവാനോട് ചേർക്കണമെന്ന് പറയാം. അടുത്ത ശ്ലോകത്തിൽ ഭീഷ്മരുടെ ആ നിർവികൽപ്പ സമാധിയിൽ തൻ്റെ ശരീരത്തെ വിട്ട് മനസ്സിനെ ഭഗവാനോട് ചേർക്കുന്ന ആ സമാധി അനുഭൂതി. തമിമഹമജം ശരീരഭാജാം ഹൃദി ഹൃദിധിഷ്ഠിതമാത്മകൽപ്പിതാനാം പ്രതിദൃശമിവ നൈകധാർക്കമേകം സമധിഗതോസ്മി വിധൂതഭേദമോഹഃ. തം ഇമം അഹം അജം ശരീരഭാജാം, ശരീരമുള്ളവരുടെയൊക്കെ ഹൃദി വെച്ചാൽ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ശരീരം പ്രതി നർത്ഥം, ദേഹം പ്രതി. ആരാണ് അവരുടെ ഹൃദയത്തിൽ നിന്ന് അവരുടെ ശരീര മനോബുദ്ധികളെ പ്രവർത്തിപ്പിക്കുന്നത്? ആ അന്തരാത്മാവായിരിക്കണ ചൈതന്യം. അതാരാണ്? തം അവനാണ്. എവൻ ഈ പ്രപഞ്ചകാരനായ സർവേശ്വരൻ. തം
അവനാണ് ഇമം, എൻ്റെ മുമ്പിൽ ഈ കൃഷ്ണൻ. അവനാരാണ്? അജനാണ്, ജനനമില്ലാത്തവനാണ്. ഈ പ്രപഞ്ചകാരനായിരിക്കുന്ന ഈശ്വരനെ സൂചിപ്പിക്കാൻ തം, അവനാരാണ്? ഇവൻ. ആ സർവേശ്വരനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ കൃഷ്ണൻ. നേരത്തെ പറഞ്ഞൂലേ, ആ പറയുന്ന ഈശ്വരനാണ് ഈ കൃഷ്ണൻ എന്ന് സൂചിപ്പിച്ചു, നിങ്ങൾ മനസ്സിലാക്കിയതെന്ന്. ആ ഭഗവാൻ ആരാ? അജനാണ്. അപ്പം അജനായി പ്രപഞ്ചകാരനായി യോഗമായ കൊണ്ട് പ്രപഞ്ച സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ ലീലയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സർവേശ്വരനാകുന്ന ഈ കൃഷ്ണൻ ആണ് ആഹാം ഞാൻ എന്ന വിചാരത്തിന് ആശ്രയമായി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സദാ വിളങ്ങുന്ന ആത്മതത്വം. പക്ഷേ ശരീരം പ്രതി ആത്മാവ് വേറെയാണെന്നല്ലേ അജ്ഞാനികൾക്ക് തോന്നണത്. എങ്ങനെയാണോ പ്രതിദൃശമിവ, ഓരോരുത്തരുടെയും കണ്ണുകളെ ഏകം അർക്കം, ഒരേ ഒരു സൂര്യൻ പ്രകാശിപ്പിച്ചിട്ട് അവരുടെ കണ്ണുകൾക്ക് വസ്തുക്കളെ കാണാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുന്നത്. ഇതുപോലെ നത്തം. സൂര്യൻ ഒന്നേ ഉള്ളൂ, ആളുകൾ അനേകമുണ്ട്, അവരുടെ കണ്ണുകൾ അനേകമുണ്ട് അല്ലേ? അവരുടെ കണ്ണുകളെ കൊണ്ട് അവർ കാണുന്നത് നോക്കുന്നതും പലതുമാണ്. പക്ഷേ എല്ലാവരുടെയും അനേക കണ്ണുകളെ പ്രകാശിപ്പിച്ചുകൊണ്ട് അവരുടെ കണ്ണുകൾക്ക് വിഷയഗ്രഹണത്തിനുള്ള സാമർഥ്യം കൊടുക്കുന്നത് ഒരേ ഒരു സൂര്യനായിരിക്കുന്നത് എപ്രകാരമോ, ആ ഒരു സൂര്യൻ അനേകരുടെ അനേക കണ്ണുകളെ പ്രകാശിപ്പിക്കും പോലെയാണ് ഒരേ ഒരു പരമാത്മാ, അതിനും നിർവികൽപ്പനൊക്കെ ആയിട്ടുള്ള ഭഗവാൻ ഈ ശ്രീകൃഷ്ണനായി അവതരിച്ച് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ആ ഭഗവാനാണ് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലും ഞാൻ എന്ന ആ വിചാരിക്കുകയാണ്, അവനെ ഭഗവാനോട് ചേർക്കുകയാണ്. വിദൂതഭേദമോഹ, സർവഭേദഭാവങ്ങളും വിട്ട്. ഇപ്പോൾ ഭീഷ്മർക്ക് ശരീരം തോറും വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരേ ഒരു ഭഗവാനാണ്. തൻ്റെ ഹൃദയത്തിലും അതേ ഭഗവാനാണ് വിളങ്ങുന്നത്. ആ തൻ്റെ ആത്മാവാണ് സർവരുടെയും ഉള്ളിൽ ആത്മാവായി ഇന്ന് പ്രകാശിക്കുന്നു എന്നുള്ള അനുഭൂതി ഉണ്ടായി നത്തം. മതാത്മാ സർവഭൂതാത്മാ എന്നുള്ള അനുഭവം വന്നു, ആണ് സർവാത്മഭാവം ആണ്. അതോടുകൂടിയോ വിദൂത ഭേദമോഹ, ഭേദം പോയി. ഇങ്ങനെ ഭേദം അസ്തമിച്ച് എല്ലാം ഏകമാണെന്നുള്ളതായ ആ അനുഭൂതി കൈവന്ന ഞാൻ ഇതാ അങ്ങയിൽ എൻ്റെ മനസ്സിനെ ചേർക്കണു, ഞാനിതാ ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞു എന്നാണ് ഭീഷ്മർ പറഞ്ഞത്. അങ്ങനെ ഞാൻ കൃതകൃത്യനായി കഴിഞ്ഞു എന്നർത്ഥം. അപ്പം ഈ അവസ്ഥയിലാണ് ഒരാൾ കൃതാർത്ഥനാവുന്നത്. തൻ്റെ മതാത്മാ സർവഭൂതാത്മാ എന്നുള്ള സാക്ഷാത്കാരത്തിൽ തൻ്റെ ആത്മസ്വരൂപനെ സാക്ഷാത്കരിക്കുമ്പോഴോ സർവരിലും ആ ഭഗവാൻ തന്നെയാണ് ആത്മസ്വരൂപനായിരിക്കുന്നത്. എങ്ങനെയാണോ ഒരു കണ്ണാടി, ഒരു മിറർ ഹൗസിൽ, കണ്ണാടി വീട്ടിൽ നമ്മൾ നിന്നാൽ ചുറ്റുപാടും നമ്മളെ എത്രയാ കണ്ണാടി വെച്ചാൽ അത്രയും രൂപങ്ങൾ കാണുമല്ലേ? ഇതുപോലെയാണ് സകല ശരീരങ്ങളിലും ഈ ഭഗവാൻ ഏകനാകുന്നു, ജീവാത്മരൂപേണ വിളങ്ങുന്നത്. ഈ സത്യം സാക്ഷാത്കരിക്കപ്പെട്ടു അദ്ദേഹത്തിന്. അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളും മനസ്സാക്ഷിയായ കൃഷ്ണനിലും വിലയിപ്പിച്ച് ഭഗവത് പദം പ്രാപിച്ചു എന്നാണ്. കൃഷ്ണ ഏവം ഭഗവതി മനോവാഗ്ദൃഷ്ടിവൃത്തിഭിഃ ആത്മന്യാത്മാനമാവേശ്യ സ്വാന്തശ്വാസ ഉപാരമത്. അദ്ദേഹം വിശ്വപിതാമഹൻ മനോവാഗ്ദൃഷ്ടിവൃത്തിഭിഃ, മനസ്സ്, വാക്ക്, ദൃഷ്ടി ഇവയുടെ വൃത്തികളെയൊക്കെ പരമാത്മസ്വരൂപനും അനന്തഗുണ കല്യാണ അർണവനുമായിട്ടുള്ളതായ ആ സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാനിൽ വിലയിപ്പിച്ച് സ്വാന്തശ്വാസ ഉപാരമത്, ആ പ്രാണനെ വെളിയിലേക്ക് വിടാതെ അകത്ത് തന്നെ വിലയിപ്പിച്ചു, ആ ആത്മസ്വരൂപത്തിൽ തന്നെ വിലയിപ്പിച്ചു എന്നത്. അങ്ങനെ പറഞ്ഞത് അന്തശ്വാസ ഉപാരമതെന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രാണൻ വെളിയിലേക്ക് വന്നില്ല, ഉള്ളിൽ തന്നെ വിലയിച്ചു എന്നാണ്. സദ്യോമുക്തി എന്നാണ് ഇതിന് പറയാം. ഇവിടെ വച്ച് ഈ ശരീരം ഇരിക്കെ തന്നെ മനസ്സിനെ വാക്കിനെ മനസ്സിലും മനസ്സിനെ മനസ്സാക്ഷിയായ ഭഗവാനിലും ചേർക്കാൻ സാധിച്ചാൽ അവർ ജീവൻ മുക്തരായി. സദ്യോമുക്തി ഒന്നാണ്. സദ്യോമുക്തന്മാരുടെ പ്രാണൻ പിന്നെ പുറത്തേക്ക് പോവില്ല. അത് കാണിക്കാൻ സ്വാന്തശ്വാസം, അതിൻ്റെ ശ്വാസം ഉള്ളിൽ തന്നെ ഇറങ്ങി എന്ന് പറഞ്ഞു. ന തസ്യ പ്രാണാഹ ഉൽക്രാമന്തി എന്നാണ് ഉപനിഷത്ത് പറയാം. മുക്തന്മാരുടെ പ്രാണൻ പിന്നെ പുറത്തേക്ക് വരില്ല. പ്രാണൻ വെച്ചാൽ പ്രാണൻ മാത്രമല്ല, സാധാരണക്കാരുടെ പ്രാണൻ പോവും, മൂക്കിലൂടെയോ കണ്ണിലൂടെയോ വായിലൂടെയോ പുറത്തേക്ക് പോവും. അതിലൂടെ അത് മാത്രമല്ല പോണത്, ആ സൂക്ഷ്മ ശരീരവും അതിലുള്ള ജീവനുമാണ് പോണതേ. സാധാരണ ജീവന് പോക്കുണ്ടല്ലോ, ഈ ശരീരം വിട്ട് പോകുമല്ലോ. എങ്ങനെയാണ് പോയി? പ്രാണനിലൂടെ പോണത്. പ്രാണൻ സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഈ ശരീരം വിട്ട് പിന്നെ വാസനയ്ക്കനുസരിച്ച് പുതിയ ശരീരം സ്വീകരിക്കും. ഇഹലോകോ പരലോകമൊക്കെ പോവും.
പക്ഷേ ജ്ഞാനികളുടെ സൂക്ഷ്മ ശരീരം പിന്നെ കർമ്മവാസനകളില്ലാത്തതുകൊണ്ട്, അജ്ഞാനമില്ലാത്തതുകൊണ്ട് പിന്നെ പുതിയൊരു ശരീരം എടുക്കാൻ പുറത്തേക്ക് പോകണില്ല. അത് സൂചിപ്പിക്കാനാണ് ഉപനിഷത്ത് പറയും തസ്യ പ്രാണാഹ ന ഉത്ക്രാമന്തി. ആത്മസാക്ഷാത്കാരം കൈവരിച്ചവരുടെ പ്രാണൻ അഥവാ സൂക്ഷ്മ ശരീരം പിന്നെ ബഹിർഗമിക്കുന്നില്ല. ഭീഷ്മരും ആ സദ്യോമുക്തി കൈവരിച്ചു എന്ന് കാണിക്കാൻ സ്വാന്തശ്വാസ ഉപാരമത്, അതിൻ്റെ പ്രാണൻ തൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആത്മസ്വരൂപനായ ഭഗവാനിൽ വിലയിച്ച് ഏകീഭവിച്ച് ഒന്നായി തീർന്നു. ഇത് കണ്ടു എല്ലാവരും ആ ഭീഷ്മപിതാമഹൻ്റെ അനുഭവിച്ച ആ പരമാനന്ദത്തിൻ്റെ സ്വാധീനത്തിൽ മയങ്ങി നിശബ്ദരായി മൗനരായി ആ ആനന്ദാനുഭൂതിയിൽ മുഴുകി കുറേ നേരം ഇരുന്നു. സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂസ്തേ തൂഷ്ണീം വയാംസീവദിനാത്യയേ. ഭീഷ്മം നിഷ്കളേ ബ്രഹ്മണി, ഭീഷ്മര് നിഷ്കുലബ്രഹ്മത്തിൽ സമ്പദ്യമാനമാജ്ഞായ ആ സച്ചിദാനന്ദ സ്വരൂപനായ സർവേശ്വരനോട് ചേർന്ന് കഴിഞ്ഞു. ആ സമയത്ത് എന്തുണ്ടായി? ഒരു ഉദാഹരണം പറഞ്ഞു. ദിനാത്യയെ, ദിനത്തിൻ്റെ അവസാനത്തിൽ, ദിവസം അവസാനിക്കുമ്പോൾ, അതായത് ആ സന്ധ്യ സമയത്ത് വയാംസി ഇവ, വയാംസിച്ച പക്ഷികളെന്ന പോലെ എല്ലാവരും എന്തായി? തൂഷ്ണീം ബഭൂ സർവേ, എല്ലാവരും നിശബ്ദരായി. ഒരക്ഷരം ആരും മിണ്ടണില്ല. ജ്ഞാനികളുടെ സവിധത്തിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പോലും ഒരു ചിന്ത ഉദിക്കാതെ ആ സൈലൻസിലേക്ക് പോകുന്നു. അതാണ് വയാംസീവ ദിനാത്യയെ. ദിവസാവസാനത്തിൽ സന്ധ്യസമയത്ത് പക്ഷികളെല്ലാം അവരെ ചിറപ്പൊക്കെ നിർത്തി യാതൊരു ശബ്ദ കോലാഹലങ്ങളും ഇല്ലാതെ നിശബ്ദരായിത്തീരുന്നില്ലേ? ഇതുപോലെ ഭീഷ്മരുടെ ആ മനസ്സ് ഭഗവത് പദത്തിൽ ലയിച്ച് അദ്ദേഹം ആ പരമാത്മാനുഭൂതി കൈവരിച്ച ആ സമയത്ത് അവിടെ കൂടിയിരുന്നവരെല്ലാവരും നിശബ്ദരായി ആ പരമാനന്ദാനുഭൂതി മുഴിയവരും. തത്ര ദുന്ദുഭയോ നേതു ദേവമാനവവാദിതാഹ ശശംസുഹു സാധവോ രാജ്ഞാം ഖാൽപേതു പുഷ്പവൃഷ്ടയഃ. നോക്കൂ, ഭീഷ്മരുടെ ആ അത്ര സദ്ഗതി എത്ര കേമായി അല്ലേ? ഭഗവാനെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച ആളാണ് ഭീഷ്മര്. എല്ലാം ഈശ്വരൻ്റെ പ്ലാനിങ് ആണ്. ഈശ്വരൻ എന്താ നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്കറിയില്ല. പക്ഷേ എന്ത് ഈശ്വരൻ നമുക്ക് തരുന്നുവോ അത് ഈശ്വരൻ്റെ അനുഗ്രഹമാണ്, പ്രസാദമാണ് വെച്ചാൽ അതിനെ സ്വീകരിക്കാനുള്ള മനസ്ഥിതി ഉണ്ടായാൽ രക്ഷപ്പെടാം. അതാണ് ഭീഷ്മർ ചെയ്തത്. ഭീഷ്മരുടെ പ്ലാനിങ് ഒക്കെ തെറ്റിപ്പോയില്ലേ? ഭീഷ്മരെ എന്ത് വിചാരിച്ചിട്ടായി വലിയ ശബ്ദമൊക്കെ ചെയ്തത്? തൻ്റെ വംശത്തെ രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ആ വംശം അവസാനം തമ്മിൽ തല്ലി നശിക്കണമൊക്കെ കാണേണ്ടി വന്നതിൽ സങ്കടമായി അദ്ദേഹത്തിന്. പക്ഷേ ഇതൊക്കെ കൃഷ്ണൻ്റെ പ്ലാനാണെന്ന് അതിന് നിശ്ചയം ഉണ്ടായിരുന്നു. അതാണ് ഒരു ഗുണം ഉണ്ടായത്. എല്ലാം കൃഷ്ണാർപ്പണം ചെയ്ത മഹാത്മാവായിരുന്നു അദ്ദേഹം. അവസാനമോ കൃഷ്ണദർശനം നേടി ആ കൃഷ്ണനിൽ മനസ്സിലയിപ്പിച്ച് കൃഷ്ണപദം പ്രാപിച്ചു, അഥവാ ഭഗവത് പദം പ്രാപിച്ചു, മുക്തനായി തീരാൻ സാധിച്ചു. ആ സമയത്ത് ആകാശത്തും ദേവന്മാർ, ഈ ദേവദേവോത്തമനല്ലേ, ദേവലോകത്ത് നിന്ന് വന്ന ആ ദ്യോ എന്ന് പറഞ്ഞ അഷ്ടവസുക്കളിൽ ചേട്ടനാണല്ലോ. അദ്ദേഹത്തിൻ്റെ ആ സൽഗതി കണ്ട് ആകാശത്ത് നിന്ന് പുഷ്പവർഷം ചെയ്തു എന്ന് ദേവന്മാർ പോലും, അവർക്ക് പോലും സാധിക്കാത്ത കാര്യമല്ലേ. പോരാ, വാദ്യങ്ങൾ, ദേവവാദ്യങ്ങൾ കൊട്ടി, ഭൂമിയിൽ മനുഷ്യരും അവരെ ദിവ്യവാദ്യങ്ങളെല്ലാം കൊട്ടി ആനന്ദത്തെ കൊണ്ടാടിയവർ. തസ്യ നിർഹരണാദീനി സംഭരേതസ്യ ഭാർഗവാം യുധിഷ്ഠിരക്കാരയിത്വാ മുഹൂർത്തം ദുഃഖിതോ ഭവത്. ധർമ്മപുത്രന് അപ്പോഴാണ് ഈ ഭീഷ്മരുടെ മഹത്വം അറിഞ്ഞായിത്രേ. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മുത്തശ്ശൻ ബ്രഹ്മജ്ഞാനിയായിരുന്നു, ജീവൻ മുക്തനായിരുന്നു, ഭാഗവതോത്തമനായിരുന്നു, ഉത്തമനായ യോഗീശ്വരനായിരുന്നു. നമ്മളറിയണില്ല അല്ലേ? ആൾക്കാരൊക്കെ മരിച്ചു പോയതിനു ശേഷം നാട്ടുകാർ പറയാം നിങ്ങളുടെ മുത്തശ്ശൻ എത്ര കേമനായിരുന്നു, വലിയ മഹാനായിരുന്നു കേട്ടോ. അതെയോ? ഞാൻ മുത്തശ്ശനോട് തമാശ പറയാം, മുത്തശ്ശൻ്റെ മടിയിൽ കയറിയിരിക്കുക അല്ലേ, പുറത്ത് കയറിയിരിക്കുക, എങ്ങനെയൊക്കെ ചെയ്തു തന്നു. മുത്തശ്ശൻ്റെ മഹത്വം അറിയില്ല നമ്മൾ. ഇതിലേ ഇപ്പോൾ ഇവർക്കുണ്ടായത്, നമുക്കിങ്ങനെ സംഭവിക്കണ പോലെ അവർക്ക് പറ്റിയത്. നോക്കണം, ഇത്ര വലിയൊരു മഹാപുരുഷനായിരുന്നു ഭീഷ്മര് എന്ന് മനസ്സിലായില്ല. ആ മഹാത്മാവിൻ്റെ വിയോഗം ധർമ്മപുത്രന് താങ്ങാനാവാത്ത ദുഃഖം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ദുഃഖിതോ ഭവത് നിർഹരണാദീനി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവൻമുക്തനായെങ്കിലും ഭൗതിക ശരീരം രാജകീയമായ രീതിയിൽ അത്യധികം ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി പാണ്ഡവർ വിധിപ്രകാരം ആ മരണാനന്തര കർമ്മങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. അതാണ് സംഭരേത കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഒക്കെ ചെയ്തു. പക്ഷേ എങ്കിലും ആ മഹാത്മാവിൻ്റെ വിയോഗത്തിൽ അവർക്ക് താങ്ങാനാവാത്ത ദുഃഖം ഉണ്ടായി. തുഷ്ടുർമുനയോ ഹൃഷ്ട
കൃഷ്ണം തത് ഗുഹ്യനാമഭി തതസ്തേ കൃഷ്ണഹൃദയാ സ്വാശ്രമാൻ പ്രയോ പുനഃ. മഹർഷിമാർക്ക് എന്താ ഒരു സന്തോഷം. ഹൃഷ്ടാഹ മുനയഃ സന്തഃ. മഹർഷിമാരൊക്കെ അത്യന്തം സന്തുഷ്ടരായി. ഭഗവത് ദർശനവും ഭാഗവതോത്തമൻ്റെ ദർശനവും അദ്ദേഹത്തിൻ്റെ സദ്ഗതിയും എല്ലാം കാണാൻ ഭാഗ്യമുണ്ടായി. ഭഗവാനെ ഏറ്റവും പ്രിയങ്കരമായതും ഭക്തൻ ഭഗവാനെ പുഷ്പങ്ങളില്ലാതെ പുഷ്പിച്ചതുമായ ആ വിഷ്ണു സഹസ്രനാമം കൊണ്ട് അവിടെ കൂടുന്ന മഹർഷിമാരൊക്കെ ശ്രീകൃഷ്ണനെ അവിടെ സ്തുതിച്ചു പൂജിച്ചു എന്നാണ്. ഗുഹ്യനാമഭിഹി, അത് രഹസ്യമായ വിഷ്ണു സഹസ്രനാമാദികളെ കൊണ്ടൊക്കെ ഭഗവാനെ സ്തുതിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു ഋഷിമാർ. എന്നിട്ട് അവരൊക്കെ അവരവരുടെ ആശ്രമങ്ങളിലേക്കും പോയി. സ്വാശ്രമാൻ യയുഹു തതസ്തേ ഹൃഷ്ടഹൃദയാഹ. എങ്ങനെയാണ്? ഭഗവാനെ തന്നെ ഹൃദയത്തിൽ കൊണ്ടുപോയി, അവരെ ധ്യാനിച്ചു കൊണ്ടുപോയി. എത്രയർത്ഥം കൃഷ്ണഹൃദയന്മാരായിരുന്നു അവർ. അവരുടെ ഹൃദയത്തിൽ കൃഷ്ണൻ മാത്രമേ ഉണ്ടായുള്ളൂ അർത്ഥം. അതാണ് കൃഷ്ണഹൃദയന്മാരായിട്ട് ആ മഹർഷിമാരൊക്കെ അവിടുത്തെ തന്നെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് അവരവരെ സ്ഥലങ്ങളിലേക്ക് പോയി. തതോ യുഷ്ടിരോഗത്വ സഹകൃഷ്ണോ ഗജാഹ്വയം പിതരം സ്വാന്തയാമാസ ഗാന്ധാരീം ച തപസ്വിനീം. അതിനുശേഷം യുധിഷ്ഠിരഃ ധർമ്മപുത്ര മഹാരാജാവ് സഹകൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാനോടുകൂടി ഗജാഹ്വയം ഗത്വ. ഗജാഹ്വയം എന്ന് പറഞ്ഞാൽ ഈ ഹസ്തനാപുരത്തിൽ പോയിട്ട് പിതരം തപസ്വിനിയും ഗാന്ധാരിയും തൻ്റെ പിതാവായ വലിയച്ഛനായ ധൃതരാഷ്ട്ര മഹാരാജാവിനെയും ആ പുത്രദുഃഖം കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗാന്ധാരിയൊക്കെ ആശ്വസിപ്പിച്ചു. പിത്രാജാനുമതോ രാജ വാസുദേവാനുമോദിതഃ ചകാര രാജ്യം ധർമ്മേണ പിതൃപൈതാമഹം വിഭൂ. അങ്ങനെ കുരുക്ഷേത്രത്തിൽ നിന്ന് പണ്ഡവർ എല്ലാവരും ശ്രീകൃഷ്ണനോടുകൂടി രാജകൊട്ടാരത്തിലേക്ക് മടങ്ങി. ഭീഷ്മരുടെ സൽഗതിയെക്കുറിച്ച് ഒക്കെ പറഞ്ഞു കേൾപ്പിച്ചു. ഭീഷ്മരുടെ അവസ്ഥയൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം ഉണ്ടായി, ദുഃഖം ഉണ്ടായി. അവർക്ക് തൻ്റെ വലിയച്ഛനായ ധർമ്മപുത്ര ധൃതരാഷ്ട്രനും ഗാന്ധാരിക്കൊക്കെ അവരെയൊക്കെ ആശ്വസിപ്പിച്ചും വെച്ച് അവരെ കൊട്ടാരത്തിൽ പിന്നീട് ഭഗവാന്റെ അനുഗ്രഹത്തോടും പിത്രാജ അനുമത ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അനുവാദത്തോടും കൂടി പിതൃപൈതാമഹം തനിക്ക് അവകാശപ്പെട്ടതും പിതാമഹന്മാരെ പരമ്പരാഗതമായി ആ ഭരിച്ചു വന്നതുമായിട്ടുള്ളതായ ആ സിംഹാസനത്തിൽ ഭഗവത് അനുഗ്രഹത്തോടുകൂടി ഇരുന്ന് ധർമ്മപുത്ര മഹാരാജാവിനെ രാജാവാക്കി വാഴിച്ച് ധർമ്മപുത്ര മഹാരാജാവ് ആ രാജ്യത്തെ ധർമ്മപ്രകാരം ധർമ്മനിഷ്ഠമായി ധർമ്മം തെറ്റാതെ വളരെ കാലം പരിപാലിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഭീഷ്മരുടെ സൽഗതിയെക്കുറിച്ചും അതിനുശേഷം ഭഗവാന്റെ അനുഗ്രഹത്താലും ധൃതരാഷ്ട്രൻ്റെ അനുവാദത്തോടും കൂടി തനിക്ക് അവകാശപ്പെട്ടതായ ആ രാജ്യ സിംഹാസനത്തിലിരുന്ന് ദീർഘകാലം ധർമ്മനിഷ്ഠമായി പ്രജകളെ പിതൃവിശേഷമായ വാത്സല്യത്തോടുകൂടി ഭരിച്ചു എന്ന് പറയാം. 10ാമത്തെ അധ്യായത്തിൽ ഇത് 9ാം അധ്യായം കഴിഞ്ഞു. 10ാമത്തെ അധ്യായത്തിൽ ധർമ്മപുത്രനെ രാജാവാക്കിയതിന് ശേഷം കൃതാർത്ഥനായി ശ്രീകൃഷ്ണൻ എന്ന് പറയാം. ശരിക്കും ഭഗവാന്റെ അവതാര ഉദ്ദേശം ഇപ്പോഴാണ് പൂർണ്ണമായത് അല്ലേ? അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ രക്ഷിച്ച് ധർമ്മനിഷ്ഠനായ ധർമ്മപുത്ര മഹാരാജാവ് ഭാര്യം ഏറ്റെടുത്തപ്പോൾ ഭഗവാൻ അത്യന്തം പ്രസന്നനായി. അതിനുശേഷം തൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു. അവിടുന്ന് ദ്വാരകയിലേക്ക് എഴുന്നള്ളി എന്ന് പറയണേ ഈ അധ്യായത്തിൽ. ശൗനക മഹർഷി ചോദിക്കുകയാണ്, ഹത്വാ സ്വരിക്തസ്പൃത ആദതായിനോ യുധിഷ്ഠിരോ ധർമ്മഭൃതാം വരിഷ്ഠഃ സഹാനുജൈ പ്രത്യവരുദ്ധ ഭോജന കഥം പ്രവൃത്ത കിമകാരശീൽ തഥാ. എങ്ങനെയാണ് പിന്നീട് ധർമ്മപുത്ര മഹാരാജാവ് പാണ്ഡവരോടുകൂടി രാജ്യം ഭരിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ധർമ്മവിതാം വരിഷ്ഠഃ, ധർമ്മികന്മാരിൽ വെച്ച് ശ്രേഷ്ഠനും അഗ്രഗണ്യനും സ യുധിഷ്ഠിരഃ, ധർമ്മിഷ്ഠന്മാരിൽ അത്യന്തം ശ്രേഷ്ഠനായ ധർമ്മപുത്രൻ സ്വരിക്തസ്പൃത ആദതായിനഃ ഹത്വാ, തൻ്റെ രാജ്യത്തെ കള്ളച്ചൂതിലൂടെയും അധർമ്മമാർഗത്തിലൂടെയും അപഹരിച്ചതായ ആദതായികളായ ആ ദുഷ്ടന്മാരായ ദുര്യോധനാദികളെയൊക്കെ വധിച്ചതിന് ശേഷം സഹാനുജൈഹി പ്രത്യവിരുദ്ധഭാജനഃ, സഹോദരന്മാരോടുകൂടി രാജ്യഭാര്യങ്ങളിൽ എങ്ങനെയാണ് ശ്രദ്ധിച്ചത്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രാജ്യഭരണം ഉണ്ടായത്, അദ്ദേഹത്തിൻ്റെ ഭരണകാലം എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാനുള്ള ജിജ്ഞാസ. ധർമ്മപുത്രൻ എങ്ങനെ രാജ്യം ഭരിച്ചു, പിന്നീട് ആ ധർമ്മപുത്രൻ രാജ്യം ഭരിക്കുമ്പോൾ ഭൂമി എങ്ങനെയുണ്ടായിരുന്നു, രാജ്യം എങ്ങനെയുണ്ടായിരുന്നു, പ്രജകൾ എങ്ങനെയുണ്ടായിരുന്നു, ഇതൊക്കെയാണ് ഈ ചോദ്യത്തിൻ്റെ താല്പര്യം. അതൊക്കെയാണ് ഇനി വിസ്തരിച്ച് പറയണം. വംശം കുരോർവംശതവാഗ്നിർഹൃതം
സംരോഹയിത്വാ ഭവഭാവനോ ഹരി നിവേശയിത്വാ നിജരാജ്യ ഈശ്വരോ യുധിഷ്ഠിരം പ്രീതമനാ ബഭൂവഃ. ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായത് പറയാം. കാട്ടിൽ മുളകളുണ്ടാവും. ഈ മുളകൾ പരസ്പരം കൂട്ടി വരുമ്പോൾ അതിൻ്റെ കർഷണം കൊണ്ട് തീ ഉണ്ടാവും. ആ തീയ് ആ മുളങ്കൂട്ടത്തെ തന്നെ കത്തിച്ച് ചാമ്പലാക്കും. ഇതുപോലെ ഇപ്പോൾ ഇവിടെ ഉണ്ടായത് അത്രേ. കുരോഹോ വംശം ദവാഗ്നി നിർഹൃതം. കൗരവവംശം അവർ തമ്മിലുണ്ടായ ഏട്ടാനുജന്മാർ തമ്മിലുണ്ടായ കലഹമാകുന്ന അഗ്നി കൊണ്ട് ഭയം നശിച്ചു. ഇവിടെ മരങ്ങൾ കൂട്ടി ഒരുമിയിട്ട് തീ ഉണ്ടായിട്ടാണ്, മുളയെ കൂട്ടി ഒരുമിയിട്ട് തീ ഉണ്ടായിട്ട് നശിക്കുന്നത്. ഇവിടെയോ കുരുവംശം എങ്ങനെ നശിച്ചു? അവർ തമ്മിലുണ്ടായ സ്പർദ്ധ കൊണ്ട് നട്ടം അല്ലേ. ആ സ്പർദ്ധ ഒരു കാട്ടുതീനെ പോലെ വളർന്ന് ആ കുരുവംശം നശിച്ചു. പക്ഷേ ആ വംശം പൂർണ്ണമായി നശിക്കരുതെന്ന് സങ്കല്പിച്ച അവിടുന്ന് സംരോഹയിത്വാ ഭവഭാവനോ ഹരി പരീക്ഷത്തിനെ ഈ വംശത്തിൻ്റെ അധിപനായി രക്ഷിച്ചു. ഈ കുരുവംശം പരീക്ഷത്തിലൂടെയാണ് പിന്നെ നിലനിന്നല്ലേ. ഭഗവാന്റെ കൃപ കൊണ്ട് പരീക്ഷത്തിനെ രക്ഷിച്ച് പിന്നെയും ആ കത്തിപ്പോയ ചാരൊക്കെ കത്തിപ്പിട്ട് പിന്നെ അതിന്നൊരു പിണ്ടും ആ മുള അങ്ങനെ മഴ പെയ്യുമ്പോൾ ഒരു അങ്കരം പൊട്ടി മുളക്കില്ലേ. എന്നിട്ട് പിന്നെ അതീന്ന് അത് വീണ്ടും ഉണ്ടാവില്ലേ. ഇതുമാതിരി ആ കത്തി ദഹിച്ച കൗരവംശത്തിൽ വീണ്ടും ഒരു മുള പൊട്ടി വരണ പോലെ ഭഗവാൻ രക്ഷിച്ച പരീക്ഷിത്ത് മഹാരാജാവ് പിന്നീട് ആ വംശത്തെ കുറെ കാലം ധരിച്ചു നത്തം. അങ്ങനെ പരീക്ഷത്തിനെ രക്ഷിച്ച് പിന്നെയും അതിനൊരു പുതിയ മുളയുണ്ടാക്കി തീർത്തു ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ധർമ്മപുത്ര മഹാരാജാവ് ദുഷ്ടന്മാരെയൊക്കെ ദുരാധനാദികളൊക്കെ വധിച്ച് യുധിഷ്ഠിരനെ നിജരാജ്യ ഈശ്വര സ്വന്തം രാജ്യത്തിൻ്റെ അധിപനാക്കി തീർത്ത് കണ്ട സമയത്ത് പ്രീതമനാ ബഭൂവഃ ഭഗവാൻ വളരെ സന്തുഷ്ടനായി തീർന്നു. ഇൻ ഷോർട്ട്, ഭാരതയുദ്ധം നടന്നതുകൊണ്ടും ഇതിൽ ഈ ദുഷ്ടന്മാരെയൊക്കെ തീർത്ത് നശിപ്പിച്ച് ഭൂഭാരം തീർക്കാൻ സാധിച്ചതുകൊണ്ടും ധർമ്മപുത്രനെ ചക്രവർത്തിയാക്കാൻ സാധിച്ചതുകൊണ്ടും ഭഗവാൻ ശ്രീകൃഷ്ണൻ അത്യന്തം സന്തുഷ്ടനായി തീർന്നർത്ഥം. ഭൂഭാരനാശനത്തൊക്കെ ആവശ്യമായിരുന്നു. അതെല്ലാം സാധിച്ചതിൽ ഭഗവാൻ സന്തുഷ്ടനും കൃതാർത്ഥനുമായി തീർന്നു. എങ്ങനെയാണ് ധർമ്മപുത്രനെ കൊണ്ട് ഭഗവാൻ രാജ്യം പരിപാലിപ്പിച്ചത്? നിശമ്യ ഭീഷ്മോക്തം അഥ അച്യുതോക്തം പ്രവൃത്ത വിജ്ഞാന വിധൂത വിഭ്രമഃ ശശാസഗാം ഇന്ദ്ര ഇവാജിതാശ്രയഃ പരിദ്യുപാന്താം അനുജാനുവർത്തിതഃ. ധർമ്മപുത്ര മഹാരാജാവിൻ്റെ അജ്ഞാനവും സംശയങ്ങളൊക്കെ തീർന്നു. എങ്ങനെ? ഭീഷ്മോക്തം ഭീഷ്മരുടെ ഉപദേശം കേട്ടിട്ടും അച്യുതോക്തം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ കേട്ടിട്ടും നിശമ്യ പ്രവൃത്ത വിജ്ഞാന വിദൂത വിഭ്രമഃ ഭീഷ്മപിതാമഹൻ ഉപദേശം കേട്ടു. കരുണാമൂർത്തിയായ ഭഗവാൻ ശ്രീകൃഷ്ണനും പല വാക്കുകൾ പറഞ്ഞ് ഉപദേശിച്ചു. അതെല്ലാം കേട്ട് ഇതെല്ലാം ഇപ്പോൾ ഇവിടെ നടന്നത് മുഴുവനും ഭഗവത് സങ്കല്പമായിരുന്നു, ഈശ്വരേച്ഛയായിരുന്നു ഈ ഭാരതയുദ്ധം നടന്നതൊക്കെ എന്നൊക്കെ മനസ്സിലായി. അതിനുശേഷം അദ്ദേഹത്തിന് വിവേകബോധം ഉദിച്ചു. അങ്ങനെ അജ്ഞാനം നശിച്ചു. പ്രവൃത്ത വിജ്ഞാന വിദൂത വിഭ്രമഃ അദ്ദേഹത്തിന് വിജ്ഞാനമുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അജ്ഞാനം നശിച്ചു. അങ്ങനെ അഹങ്കാരമില്ലാണ്ടായി. ഞാനാണ് പാപി, ഞാൻ ഭാവിയാണ്, ഞാനിവരെ കൊന്നൂലോ, അതുകൊണ്ട് ഞാൻ ഈ നരകത്തെ പോകുന്നുള്ള വിചാരമൊക്കെയല്ലേ കുറച്ച് മുമ്പുണ്ടായിരുന്നത്. അത് നീക്കാനാണല്ലോ വിഷ്ണുവിൻ്റെ അടുത്ത് കൊണ്ടുപോയത്. അതെല്ലാം തീർന്നു. ഞാനൊരു നിമിത്തം മാത്രമാണ്, ഞാനൊന്നല്ല, എല്ലാം ഭഗവാനാണ് നടത്തുന്നതും എന്ന് തിരിച്ചറിഞ്ഞ് ആ സർവേശ്വരൻ സന്തോഷിക്കണം, ആ സർവേശ്വരൻ്റെ പ്രീതിക്ക് വേണ്ടി എന്ന ഭാവത്തോടു കൂടി സർവകർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സർവാത്മന ശരണമടഞ്ഞുകൊണ്ട് അനുജന്മാരാൽ സേവിതന്മാരായി സമുദ്രപര്യന്തമുള്ള ഈ ഭൂമിയെ, ഭാരതഭൂമിയെ സ്വർഗത്തെ ഇന്ദ്രൻ ഭരിക്കും പോലെ ഭരിച്ചു എന്നർത്ഥം. ശാസിച്ചു, ഭരിച്ചു. എങ്ങനെ? ഗാം ഭൂമിയെ ഇന്ദ്ര ഇവ ഇന്ദ്രൻ സ്വർഗത്തെ ഭരിച്ച മാതിരി ഈ ഭൂമിയെ മുഴുവനും, സമുദ്രപര്യന്തമുള്ള ഭൂമിയെ മുഴുവനും അനുജാനുവർത്തിത സഹോദരന്മാരുടെ സഹായത്തോടു കൂടി ധർമ്മപുത്ര മഹാരാജാവ് ധർമ്മനിഷ്ഠമായി പരിപാലിച്ചു. അതിൻ്റെ ആ രാജ്യഭരണത്ത് നാട്ടിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയാം വളരെ കേമായിട്ട്. കാമം വർഷപർജന്യ സർവകാമദുഹാമഹീ ശിശുജുസ്മാവ്രജാൻ ഗാവഃ പയസോദസ്വതീർമുഹു. പർജന്യ കാമം വർഷ, പർജന്യ മേഘം, മേഘം യഥേഷ്ടം മഴ പെയ്ത് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടായിക്കൊടുത്തു. ഭൂമിക്ക് വേണ്ട സമയത്ത് ധാരാളം മഴയുണ്ടായി നത്തം. അതിവർഷവും ഇല്ല,
അതിവൃഷ്ടിയില്ല, അനാവൃഷ്ടിയില്ല. വേണ്ട സമയത്ത് ധാരാളം മഴയുണ്ടായി. അതിൻ്റെ ഫലമായിട്ടോ മഹി ഭൂമി സർവകാമധുക അഭൂത്. ഭൂമി സർവകാമങ്ങളെയും കറന്നു കൊടുക്കുന്നവളായി തീർന്നു. ഭൂമി ഒരു പശുവായിട്ടാണല്ലോ സങ്കല്പിച്ചത്. അപ്പോൾ എല്ലാം കറന്നു കൊടുത്തു. ചലോ ഭൂമി സർവ അഭീഷ്ടങ്ങളും പ്രദാനം ചെയ്തു പ്രതികൾക്ക്. സമൃദ്ധി ഉണ്ടായി ഭൂമിയിൽ. വേണ്ട സമയത്ത് അനുകൂല സമയത്ത് മഴ ഉണ്ടായാൽ തന്നെ ഭൂമിയിൽ എല്ലാം ഉണ്ടാവൂലേ, അതെല്ലാം ഉണ്ടായി. പോരാ ഊർധ്വസ്വതി ഗാവഹ, ഊർധ്വസ്വതി ധാരാളം അകടുകളുള്ള പശുക്കൾ, ഗാവഹ പശുക്കൾ, വ്രജാൻ പയസ മോഹുഹോ സൃഷിച്ചു. ആ വ്രജങ്ങൾ മുഴുവനും കർഷകരുടെ ആ തൊഴുത്തുകൾ മുഴുവനും പാല് കൊണ്ട് നിറച്ചു എന്നർത്ഥം. എന്താ ഭൂമി സസ്യസമൃദ്ധിയുള്ളതായി തീർന്നു. ധാരാളം മഴ വേണ്ട പോലെ ഉണ്ടായുണ്ട്. അതുകൊണ്ട് പശുസമ്പത്ത് വർദ്ധിച്ചു, ധാരാളം പാലുണ്ടായി, ധാരാളം സമ്പത്തുണ്ടായി. പശുക്കളും കൃഷിയൊക്കെയാണ് ഭാരതത്തിൻ്റെ പ്രധാനമായിട്ടുള്ള വരുമാന മാർഗം അല്ലേ. അവരൊക്കെ ധാരാളം പാലുണ്ടായി. അതുകൊണ്ട് അവർ കൃഷിക്കാർക്കും സന്തോഷമായി. നദ്യ സമുദ്രാഗിരേഹം സവനസ്പതി വീരുത ഫലന്തി ഓഷധയ സർവാഹ കാമമനൃതസ്യ വൈ. നദികളൊക്കെ ഇഷ്ടമനുസരിച്ച് അദ്ദേഹത്തിന് എല്ലാ ആനുകൂല്യം ചെയ്തു കൊടുത്തു. സമുദ്രം, പർവ്വതങ്ങൾ, വൃക്ഷലതാദികൾ, വ്രീഹിയവാദികൾ, ഇതൊക്കെ മഹാരാജാവിൻ്റെ ഇഷ്ടമനുസരിച്ച് എല്ലാ ഋതുക്കളിലും ഫല സമൃദ്ധിയുള്ളതായി ഭവിച്ചു. സമുദ്രമൊക്കെ ധാരാളം രത്നങ്ങൾ കൊണ്ടു കൊടുക്കുക. നദികളൊക്കെ എപ്പോഴും നിറഞ്ഞ് സുഭിക്ഷമായ ജലത്തോടുകൂടി ഒഴുകുക. വൃക്ഷങ്ങളിലും ലതകളിലൊക്കെ ധാരാളം പുഷ്പങ്ങൾ, വൃക്ഷങ്ങളിലൊക്കെ ധാരാളം കായികനികൾ, ഇതൊക്കെ നിറഞ്ഞു. വ്രീഹിയവാദികൾ, നെല്ല്, ഗോതമ്പ് മുതലായതൊക്കെ ധാരാളം വിളവ് ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ഭൂമിയെയും നാട്ടിനെയും എല്ലാം ഫലസമൃദ്ധിയുള്ളതാക്കി തീർത്തു. ഇങ്ങനെ പ്രകൃതി മുഴുവനും രാജാവ് ധർമ്മനിഷ്ഠനാണെങ്കിൽ ജനങ്ങൾക്ക് അനുകൂലമായി തീർന്ന് കാണിക്കാം. ഇതൊക്കെ ആയത് ധർമ്മപുത്രത്തിൻ്റെ ധർമ്മനിഷ്ഠമായ ജീവിതം കൊണ്ടാണ്. ഇപ്പം നാടിൻ്റെ അവസ്ഥ രാജാവിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചിരിക്കും. ഇത് സൂചിപ്പിക്കുക. ഇതുപോലെ വേനൻ്റെ ഭരണത്തെക്കുറിച്ച് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. വേനൻ ഭരിച്ച സമയത്ത് എല്ലാം ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് എല്ലാവരും ദുരിതമനുഭവിച്ചു, ദാരിദ്ര്യം കൊണ്ട് മരിക്കാൻ തുടങ്ങി. അതേസമയത്ത് അതിനുശേഷം പൃഥു വന്നപ്പോൾ ഇതുമാതിരി പ്രകൃതി മുഴുവൻ അനുകൂലമായി മാറിയുന്നു അല്ലേ. അപ്പോൾ പ്രകൃതിയും പ്രകൃതിശക്തികളൊക്കെ അനുകൂലമാകുന്നതിൽ ഭരണകർത്താക്കൾക്ക് വലിയ പങ്കുണ്ട്. ധർമ്മനിഷ്ഠന്മാർ രാജ്യം ഭരിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന അനർത്ഥം എത്രയാണെന്ന് ദപ്പോടെ സൂചിപ്പിക്കാം. നാഥയോ വ്യാധയ ക്ലേശാഹം ദൈവഭൂതാത്മഹേതവ അജാതശത്രൗ അഭവന് ജന്തൂനാം രാജ്ഞികർഹീത്. ഇത് മാത്രമല്ല, പ്രകൃതി സമൃദ്ധമായത് മാറി, ഒന്നിനൊരു കഷ്ടപ്പാടില്ല, സമ്പത്ത് സമൃദ്ധി. ജനങ്ങൾക്കോ ആധികളില്ല, വ്യാധികളില്ല, മാനസികമായ വിഷമങ്ങളില്ല, ശാരീരികമായിട്ടുള്ള രോഗങ്ങളില്ല. പിന്നെയോ ദൈവഭൂതാത്മഹേത പ്രകൃതിക്ഷോഭങ്ങളില്ല. നോക്കണം, ഇന്നെല്ലാം ഉണ്ടല്ലേ. എന്താ ഭരണാധികാരി ശരിയല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവും അർത്ഥം. ഭരണാധികാരി നന്നായാൽ, ധർമ്മനിഷ്ഠനായാൽ ഇതൊക്കെ മാറ്റം വരുന്നതാണ് ഇവിടെ പറയണത്. അജാതശത്രു രാജ്ഞി സതി. മഹാരാജാവിന് ആരോടും ശത്രുതയില്ല. അദ്ദേഹത്തിനെ ശത്രുവായിട്ട് കാണുന്നു കൗരവന്മാരൊക്കെ. ദുര്യോധനാദികൾക്കൊക്കെ ഈ ധർമ്മപുത്രനോട് ഉള്ളിൽ ശത്രുത ഉണ്ടായിരുന്നു. പക്ഷേ അവരോട് പോലും, തന്നെ ശത്രുവാകുന്ന ദുര്യോധനോടോ ദുശാസനോടോ പോലും ധർമ്മപുത്രൻ്റെ മനസ്സിൽ ശത്രുഭാവം ഉണ്ടായിരുന്നില്ല. അതാ ഇങ്ങോട്ട് ശത്രുവായി കാണുന്നവനെ പോലും മിത്രമായി കാണുക. അതാണ് അജാതശത്രു എന്ന് അദ്ദേഹത്തിന് പേര് വരാൻ കാരണം. അങ്ങനെയുള്ള അജാതശത്രു ആരോടും ഒരിക്കലും ഒരു വെറുപ്പോ വിദ്വേഷമോ ശത്രുഭാവമോ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മഹാനായ ധർമ്മപുത്ര മഹാരാജാവ് രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള പ്രജകൾക്കൊന്നിനും രോഗങ്ങളില്ല, താപത്രയങ്ങളില്ല, ആധ്യാത്മികാദി താപത്രയങ്ങൾ ഉണ്ടായില്ല. ശാരീരികമായ ക്ലേശങ്ങൾ, രോഗങ്ങൾ, മാനസികമായിട്ടുള്ള വിഷമങ്ങൾ, പ്രകൃതി ഉണ്ടാവുന്ന വിഷമങ്ങൾ, ഇതൊന്നും ഉണ്ടായില്ല. ഇതൊക്കെയാണ് ധർമ്മനിഷ്ഠ രാജ്യത്തിൻ്റെ ഫലം. ഇതാണ് രാമരാജ്യ സങ്കല്പം. ഈ രാമരാജ്യം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്, മനസ്സിലായില്ലേ. ഇങ്ങനെയുള്ള ഭരണാധികാരികളുണ്ടാവും. അപ്പോൾ പ്രജകൾക്ക് അതിൻ്റെ ഗുണമുണ്ടാവും. അത് വേണമെങ്കിലോ പ്രജകൾ അങ്ങനെയുള്ള ആൾക്കാരെ വേണം ഇലക്ഷനിൽ വോട്ട് കൊടുത്തയക്കാനേ, ജയിപ്പിക്കേണ്ടതേ. കൊലപാതകളെയും ക്രിമിനൽസിനെയും അതുപോലെയുള്ള ദുഷ്ടന്മാരെയും അതുപോലെ എന്താ പറയുക ഭീകരന്മാരെയൊക്കെ ജയിപ്പിച്ചാൽ എന്താ ഉണ്ടാവുക? അപ്പോൾ ലോകത്തിലൊക്കെ തന്നെ ഉണ്ടാവും. ഇതൊക്കെ പുരാണം പറയണ്ടോ ഇല്ലയോ എന്ന് ആലോചിച്ച് നോക്കൂ. പിന്നീട്
അപ്പോൾ ഈ 3 ശ്ലോകത്തിൽ ധർമ്മനിഷ്ഠനായ ധർമ്മോത്തരൻ രാജ്യം ഭരിച്ച പ്രകൃതിയിലും രാജ്യത്തിലും പ്രജകൾക്കും ഉണ്ടായ ആ നന്മകളെക്കുറിച്ച് പ്രതിപാദിച്ചു. അതിനുശേഷം ഭഗവാൻ ഓരോരുത്തരോട് യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് തിരിച്ചെഴുന്നള്ളാൻ പുറപ്പെട്ടതിനെ പറയാം. നേരത്തെ പുറപ്പെട്ടതാണ്. അപ്പോഴാണ് ധർമ്മപുത്ര മഹാരാജാവ് നിർബന്ധം കൊണ്ട് ആ സ്നേഹം കൊണ്ടും കുറച്ച് ദിവസം കൂടി അവിടെ താമസിച്ചത്. ഉഷിത്വാസ്തിനപുരേ മാസാൻ കതിപയാൻ ഹരിഃ സുഹൃതാം ച വിശോകായ സുസുശ്ച പ്രിയകാമ്യയാം. സുഹൃതാം വിശോകായ, സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയും അതുപോലെ സ്വസുശ്ച പ്രിയകാമ്യ, തൻ്റെ സഹോദരിയായ സുഭദ്രാദേവിയുടെ സന്തോഷത്തിനും വേണ്ടി ഉഷിത്വാഹാസ്തിനപുരേ കുറേ മാസങ്ങൾ തന്നെ ഹസ്തിനപുരം കൊട്ടാരത്തിൽ ഭഗവാൻ താമസിച്ചു. അതിനുശേഷം ആമന്ത്രിരാഭ്യനുജ്ഞാത പരിഷ്വജ്യാഭിവാദ്യതം ആരുരോഹരഥം കൈശ്ചിത് പരിഷ്വക്തോഭിവാദിത. ഭഗവാൻ ധർമ്മപുത്രരോട് യാത്ര പറഞ്ഞ് അനുജ്ഞ വാങ്ങി അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു, അഭിവാദ്യം ചെയ്തു. അതുപോലെ പ്രായമായ ആൾക്കാരൊക്കെ അങ്ങോട്ട് നമസ്കരിച്ചു, ചെറിയവരൊക്കെ നമസ്കാരം ഇങ്ങോട്ട് സ്വീകരിച്ചു, ചെറിയ അങ്ങോട്ട് ആലിംഗനം ചെയ്തു, ആലിംഗനം ഇങ്ങോട്ട് സ്വീകരിച്ച് അങ്ങനെ വന്ദിച്ചും വന്ദിക്കപ്പെട്ടും ഭഗവാൻ യാത്ര പറഞ്ഞ് ഒരുവിധം തേരിൽ പോയി കയറിയെന്നർത്ഥം. സുഭദ്ര ദ്രൗപദീ കുന്തി വിരാടതനയാ തഥാ ഗാന്ധാരി ധൃതരാഷ്ട്രശ്ച യുത്സു ഗൗതമോ യമൗ മൃഗോദരശ്ച ധൗമ്യശ്ച സ്ത്രിയോ മത്സ്യസുതാദയ ന സേഹിരേ വിമുഹ്യന്തോ വിരഹം ശാർഗധന്വനഃ. സുഭദ്രാദേവി, ദ്രൗപദി, പാഞ്ചാലി, കുന്തി, വിരാടതനയ ഉത്തര, വിരാട രാജാവിൻ്റെ മകള് ഉത്തര, ഗാന്ധാരി, ഇവൻ അപ്രകാരം ഗാന്ധാരി, ധൃതരാഷ്ട്രന് വൈശ്യസയിലുണ്ടായ പുത്രനാണ് യുത്സു, കൃപര് ഗൗതമൻ, കൃപര്, യമൗ ഏട്ടപ്പെട്ടവർ നകുല സഹദേവന്മാർ, വൃഗോദരൻ ഭീമൻ, ധൗമ്യ ഋഷി ധൗമ്യൻ, സ്ത്രീയ സത്യവതി മുതലായിട്ടതായ സ്ത്രീകൾ, ഇവരൊക്കെയും ആ ഭഗവാന്റെ ആ വിരഹം താങ്ങുവയ്യാതെ വല്ലാതെ സങ്കടപ്പെട്ടു എന്നർത്ഥം. ഭഗവാനോട് കൂടി ഇരുന്നപ്പോൾ അവർക്ക് ദുഃഖമൊന്നും അവരറിഞ്ഞില്ല. ഇത്ര മാസങ്ങൾ ഭഗവാൻ ഇവരൊക്കെ മരിച്ചതിന് ശേഷം ആ ഭഗവാൻ പലതും പറഞ്ഞ് അവരുടെ കൂടെ ഉണ്ടായപ്പോൾ അവർ ഇങ്ങനെയുള്ള വിഷമങ്ങളൊന്നും അറിഞ്ഞില്ല. ആ ഭഗവാൻ അവരെ പിരിഞ്ഞ് ദ്വാരയിലേക്ക് പോകാൻ പുറപ്പെട്ട സമയത്ത് ആ ഭഗവാന്റെ വിയോഗത്തെ ദുഃഖം താങ്ങാനായില്ല അവർക്ക് നൃത്തം. വിരഹം ശാർഗധന്വനഃ ന സേഹിരേ. ശാർഗധന്വോ ഭഗവാൻ കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ്റെ വിയോഗത്തെ സഹിക്കാൻ സാധിച്ചില്ല അവരെ. എങ്ങനെ സഹിക്കാൻ സാധിക്കും അവർക്ക് ചോദിക്കുക. ഭഗവാന്റെ വിയോഗം എങ്ങനെ സഹിക്കാൻ പറ്റും? ഭഗവാന്റെ കഥകൾ നമുക്ക് കുറച്ചു കാലം കേട്ടുകൊണ്ടിരുന്നാൽ ആ ഭഗവാൻ കഥകളിൽ ഉള്ള പ്രീതി കൊണ്ട് നമ്മുടെ മനസ്സിന് വളരെ സുഖമുണ്ടാവും. അപ്പോൾ ആ ഭഗവത് കഥകളെ പറഞ്ഞു തരുന്ന സജ്ജനങ്ങളെ, മഹാത്മാക്കളെ പിരിയാൻ പോലും നമുക്ക് സങ്കടം. ആലോചിച്ച് നോക്കണം. കുറച്ചു കാലം ഭഗവാന്റെ മഹിമകൾ കേട്ടുകൊണ്ടിരുന്നാൽ, സത്സംഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് ദുസ്സംഗദോഷമൊക്കെ പോവും, ദുസ്സംഗം വിട്ടുപോകും. അപ്പോൾ നമ്മുടെ മനസ്സിന് ശുദ്ധിയും ശാന്തിയും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആ സത്സംഗം കിട്ടാണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ആ സത്സംഗം അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സജ്ജനങ്ങളെ പിരിയേണ്ടി വരുമ്പോൾ ആ സത്സംഗ മഹിമ അറിയുകയും അനുഭവിക്കുകയും ചെയ്തവർക്ക് വലിയ സങ്കടം ഉണ്ടാവണം. അങ്ങനെ ഇരിക്കെ ആ ഏതൊരു ഭഗവാനെക്കുറിച്ചിട്ടാണോ സജ്ജനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്, ആ സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവരുടെ കൂടെ ആ ഇരിക്കുകയും കിടക്കുകയും തമാശ പറയുകയും ഉണ്ണുകയും ഉറങ്ങുകയും എല്ലാം ചെയ്തുകൊണ്ട് എത്രയോ നാൾ കഴിച്ചു കൂട്ടിയിട്ട് അവരുടെ ഇടയിൽ നിന്ന് ഇറങ്ങി ധാരയിരിക്കും അങ്ങോട്ട് പോണ സമയത്ത് അവർക്കെങ്ങനെ ആ വിയോഗം സഹിക്കാൻ സാധിക്കും? അതാണ് ചോദിക്കുന്നത്. സത്സംഗാൽ മുക്തദുസ്സംഗഃ ഹാതും നോത്സഹതേ ബുധഃ കൃത്യമാനം യശോ യസ്യ സകൃതാകർണ്യരോചനം. സത്സംഗാൽ മുക്തദുസ്സംഗഃ. സജ്ജനസഭാസം കൊണ്ട് ആ നീചസംഘങ്ങളൊക്കെ വിട്ട വിവേകികളായ ആളുകൾക്ക് ആ സജ്ജനങ്ങൾ നിരന്തരം ഭഗവാന്റെ മഹിമകളും ലീലകളും ഇങ്ങനെ കേട്ട് കീർത്തിക്കുന്നത് കേട്ട് 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 ആ മനസ്സങ്ങനെ ആ ശാന്തിയിൽ മുഴുകി ആ ഭഗവാനിൽ ഭക്തി വളർന്നു കഴിഞ്ഞാൽ പിന്നീട് അവരെ പിരിയാൻ പോലും സാധിക്കണില്ല എന്നർത്ഥം. അങ്ങനെ ഇരിക്കെ തസ്മിന്യസ്ഥതയ സപാർത്ഥാഃ സഹേരൻ വിരഹം കഥം ദർശനസ്പർശ സംലാപശയനാസന ഭോജനൈഃ. ഈ ഹസ്തിനാപുരത്തിലുണ്ടായവരുടെ സ്ഥിതി എന്താ? ഭഗവാന്റെ മഹിമകളും ലീലകളും കേട്ട ആൾക്കാർക്ക് അതിൻ്റെ മഹിമ സ്വാധീനം കൊണ്ട് ആ സജ്ജനങ്ങളെ പിരിയിൽ പോലും സങ്കടമുള്ള കാര്യമാണെന്നിരിക്കുകയും
നേരിട്ട് ആ ശ്രീകൃഷ്ണനോടുകൂടി ദർശനം, ഭഗവാനെ എപ്പോഴും കണ്ടുകൊണ്ടും ഭഗവാനെ സ്പർശിച്ചുകൊണ്ടും ഭഗവാനുമായി സംഭാഷണം ചെയ്തുകൊണ്ടും ഭഗവാനോടുകൂടി ഒരുമിച്ചിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും താമസവും ഒക്കെ ചെയ്ത അവർക്ക് തസ്മിൻ ന്യസ്തധീയ പാർത്ഥാനാം, ഭക്തിയോടുകൂടി കൃഷ്ണനിൽ തന്നെ അർപ്പിച്ച മനസ്സോടുകൂടി അവർ കൃഷ്ണ ആസക്ത മാനസരവർ. അങ്ങനെയുള്ള അവർക്ക് കഥം എങ്ങനെയാണ് വിരഹം സഹേരൻ, ആ കൃഷ്ണവിയോഗം അല്ലെങ്കിൽ കൃഷ്ണൻ്റെ വിരഹം താങ്ങാനാവാൻ പറ്റുക? അവർക്കത് ദുസ്സഹമായതിൽ എന്താണ് ആശ്ചര്യം ചോദിക്കാം. അപ്പം ഭഗവത് കഥാശ്രവണം കൊണ്ട് നമുക്ക് ആ സജ്ജനങ്ങളെ പിരിയാൻ പോലും, അത് പറഞ്ഞു കഴിഞ്ഞാൽ സജ്ജനങ്ങളെ പിരിയാൻ പോലും നമുക്ക് സങ്കടം ഉണ്ടാവുന്നിരിക്കെ ആ സത്യസ്വരൂപനോടുകൂടി ഇത്രയും കാലം തൻ്റെ കുടുംബത്തിലൊരാളെ മാതിരി സഹവസിക്കാൻ സാധിച്ച അവർക്ക്, ആ ഭഗവാനിൽ പരിപൂർണ ഭക്തിയുള്ളതായ അവർക്ക് ആ ഭഗവാന്റെ വിരഹം എങ്ങനെ താങ്ങാനാവും? സർവേ തേ നിമിഷൈരക്ഷൈ തം അനുദ്രുതചേതസഃ വീക്ഷന്ത സ്നേഹസമ്പദ്ധ വിജേലുഹു തത്ര തത്ര. സ്നേഹസമ്പദ്ധ, ആ കൃഷ്ണനോടുള്ള അത്യധികമായ ആ സ്നേഹം കൊണ്ട് ബദ്ധരായ അവര് ശരീരം എവിടെ ഇരുന്നാലും കൃഷ്ണൻ പോണോടൊപ്പം കൃഷ്ണൻ്റെ ഒപ്പം അവരെ മനസ്സനുഗമിച്ചു എന്നർത്ഥം. കൃഷ്ണനെ തന്നെ നോക്കിക്കൊണ്ട് വീക്ഷന്ത, നോക്കിക്കൊണ്ടങ്ങനെ വേലു തത്ര തത്ര നിർനിമേഷ ദൃഷ്ടികളായി കണ്ണിമ അടയ്ക്കാതെ ആ കൃഷ്ണൻ്റെ യാത്രയെ നോക്കിക്കൊണ്ട് അങ്ങനെ അവർ നിന്നു. അവരുടെ ശരീരം ഇവിടെയും നിന്നു, മനസ്സ് കൃഷ്ണൻ്റെ ഒപ്പം പോവുകയും ചെയ്തു എന്നർത്ഥം. നോക്കൂ, നിരുന്ധൻ ഉദ്ഗളത് ബാഷ്പം ഔത്കണ്ഠ്യാൽ ദേവകീസുതേ നിര്യാത്യകാരാനോ ഭദ്രം ഇതി സ്യാൽ ബാന്ധവ സ്ത്രീയ. അവിടെ കൂടിയിരുന്ന ദേവകീസുതേ അകാരാത്, ഭഗവാൻ അവരെ പിരിഞ്ഞ് ദ്വാരയിലേക്ക് എഴുന്നള്ളുന്ന ആ സമയത്ത് ആ ബന്ധുസ്ത്രീകൾക്കും അവിടെ കൂടിയിരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ ആ ഭഗവാനെ പിരിഞ്ഞ ആ വിരഹം കൊണ്ട് ഉണ്ടായ സങ്കടം കൊണ്ട് കണ്ണുനീര് നിയന്ത്രിക്കാനായില്ലേ. കണ്ണുകൾ നിറഞ്ഞു, ദുഃഖം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ മംഗളാവസരത്തിൽ കരയണത് അമംഗളല്ലേ? ഗൃഹത്തിൽ നിന്നൊരാൾ പോണ സമയത്ത് കരയാൻ പാടില്ല എന്ന്, അത് അമംഗളമാണെന്ന് മനസ്സിലായി. കരയ അമംഗള. അതുകൊണ്ട് ആ ഭഗവാൻ പോണ സമയത്ത് അവർക്ക് അത്യധികം സങ്കടം ഉണ്ടായി, കണ്ണുകൾ നിറഞ്ഞെങ്കിലും ആ ഭഗവാന്റെ യാത്രയിൽ അമംഗളമൊന്നും ഭവിക്കരുത് എന്ന് കരുതി ആ കണ്ണിൽ നിറഞ്ഞ കണ്ണുനീരിനെ കണ്ണിൽ തന്നെ സ്തംഭിപ്പിച്ച് നിർത്തി. ചിലപ്പോൾ നമുക്കിങ്ങനെ കണ്ണിൽ നിറഞ്ഞ് വെള്ളം വരുമ്പോൾ നമ്മളതിനെ സ്തംഭിപ്പിച്ച് നിർത്തില്ലേ, പുറത്തേക്ക് ഒഴുക്കാതെ അല്ലേ? ചില 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 ചിന്ത നമ്മൾ വിഴുങ്ങണ മാതിരി കണ്ണുനീരിനെ വിഴുങ്ങുക, ഇതുപോലെ ഉള്ളിൽ തന്നെ സ്തംഭിപ്പിച്ച് നിർത്തി. എന്താ, ഭഗവാൻ പോണ സമയത്ത് കരയണത് ഉചിതമല്ലല്ലോ എന്നുള്ള വിചാരം കൊണ്ട്, ഭഗവാനോടുള്ള ആ ബഹുമാനം കൊണ്ട്. മൃദംഗ ശംഖഭേര്യശ്ച വീണാപണവ ഗോമുഖാം ദുന്ധുര്യാനക കണ്ടാദ്യ നേതുഹു ദുന്ദുപയസ്തഥാ. ഭഗവാൻ പോണ സമയത്ത് പലതരത്തിലുള്ളതായ വാദ്യഘോഷങ്ങൾ ഒക്കെ ഉണ്ടായി എന്ന് പറയാം. മൃദംഗം, ശംഖം, ശംഖ് വിളിച്ചുകൊണ്ടും ഭേരി മുഴക്കിക്കൊണ്ടും വീണ, പണകം, ഇതൊക്കെ പല പല വാദ്യങ്ങൾ, ആ വാദ്യവിശേഷങ്ങളൊക്കെ ഉച്ചത്തിൽ വിളിച്ചു പാടി ശബ്ദിച്ചുകൊണ്ട് അങ്ങനെ വലിയ വാദ്യഘോഷങ്ങളോടുകൂടി ഘോഷയാത്രയായിട്ടാണ് അവിടുത്തെ തിരിച്ചു പോകുന്നർത്ഥം. പ്രാസാദ ശിഖരാരൂഢ കുരുനാര്യോ ദൃക്ഷയ വവൃഷു കുസുമൈ കൃഷ്ണേ പ്രേമവ്രീഡാസ്മിതക്ഷണ. കൗരവപുരത്തിലെ സ്ത്രീകൾ, ഹസ്തനാപുരത്തിലെ സ്ത്രീകളൊക്കെ എന്ത് ചെയ്തു? കുരുനാര്യ ദൃക്ഷയ, ആ കൃഷ്ണനെ തിരിച്ചു പോകുമ്പോൾ കാണാനുള്ള മോഹം കൊണ്ട് എന്ത് ചെയ്തു? അവരവരുടെ പ്രാസാദ ശിഖരാരൂഢ, അവരവരുടെ മാളികളുടെ മുകളിൽ വന്നു നിന്നു. എന്നിട്ടോ പുഷ്പങ്ങൾ കയ്യിൽ നിറച്ചെടുത്തുകൊണ്ട് വവൃഷുഹു കൃഷ്ണേ, ആ വഴിയിലൂടെ നടന്നു വരുന്ന ആ തേരിലൂടെ ഇങ്ങനെ വരുന്ന ആ ശ്രീകൃഷ്ണൻ്റെ മുകളിലേക്ക് ആ പുഷ്പവർഷം ചെയ്തു. പ്രേമ ബീഡസ്മിതേക്ഷണാഹാം, ആ ഭഗവത് ദർശനത്തിലുള്ള അത്യാശ കൊണ്ട് മാളികകളുടെ മുകളിൽ കയറി ഭക്തി, ലജ്ജ, മന്ദഹാസം ഇവയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവാനെ പുഷ്പവർഷം ചെയ്തു. സിതാതപത്രം ജഗ്രാഹ മുക്താദാമ വിഭൂഷിതം രത്നദണ്ഡം ഗുഡാകേശ പ്രിയ പ്രിയതമസ്യജ. പ്രിയതമനായ ഭഗവാന് വെൺകൊറ്റക്കുട പിടിച്ചതാരാം? സിതാതപത്രം ജഗ്രാഹ ഗുഡാകേശ എന്നർത്ഥം. ഗുഡാകേശൻ അർജുനൻ്റെ പേര് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അർജുനൻ.
അർജുനൻ തന്നെ തൻ്റെ പ്രേമസർവസ്വമായ ഭഗവാന് വേണ്ടി മുത്തുമാലകളാൽ അലങ്കൃതമായിട്ടുള്ളതായ രത്നദണ്ഡം, മുക്താദാമ വിഭൂഷിതം എന്ന് പറഞ്ഞാൽ മുത്തുമാലകളെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള രത്നമയമായ രത്നദണ്ഡം, രത്നമയമായ പിടിയുള്ള വെൺകൊറ്റക്കട പിടിച്ചു. ഉദ്ധവ സാത്വികിശ്ചൈവ വ്യജനേ പരമാത്ഭുതേ വികീര്യമാണ കുസുമൈ രേജേ മധുപതിപതി. ഉദ്ധവനും സാത്വികിയും ഭഗവാന്റെ മന്ത്രിമാരാ. ഉദ്ധവ സാത്വികിശ്ചൈവ പരമ അത്ഭുതവ്യജനേ, അത്ഭുതകരമായ ചാമരങ്ങൾ, വെഞ്ചാമരങ്ങളെടുത്ത് രണ്ട് ഭാഗത്തു നിന്ന് ആ തേരിൽ നിന്ന് ഭഗവാന് വീശിക്കൊടുത്തു എന്നർത്ഥം. അങ്ങനെ മധുപതി ഭഗവാൻ മധുരാപതിയായിട്ടതായ ഭഗവാൻ പ്രകാരം കുസുമൈഹി വികീര്യമാണ പുഷ്പവർഷം സ്വീകരിച്ചുകൊണ്ടും സാത്വികി ഉദ്ധവൻ മുതലായ വെഞ്ചാമരയാൽ വീശപ്പെട്ടുകൊണ്ടും അർജുനൻ ആ വെൺകൊറ്റട പിടിച്ചുകൊണ്ടും അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് ആ തേരിൽ അങ്ങനെ ശോഭിച്ചു എന്നർത്ഥം. ഭഗവാൻ നോക്കൂ, ദ്വാരകാനാഥൻ വൈകുണ്ഠമൂർത്തിയാണ്. ആ ഭഗവാന്റെ വരവും യാത്രയും ഒക്കെ കണ്ടില്ലേ എങ്ങനെയാ? രാജകീയമായിട്ടുള്ളതായ ആ ആദരവോടും ബഹുമാനത്തോടും കൂടിയിട്ട്. അശ്രൂയന്ത ആശിഷ സത്യാഹ തത്ര തത്ര ദിയേരിതാഹ നാനുരൂപാനുരൂപാശ്ച നിർഗുണസ്യ ഗുണാത്മനഃ. ആരാണ് അവിടുന്ന്? നിർഗുണസ്യ, നിർഗുണനാണ് ഭഗവാൻ, കേവല സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ. ആ ഭഗവാൻ ആശീർവദനങ്ങൾ ആവശ്യമുണ്ടോ? സാധാരണക്കാരെ നമ്മൾ ആശീർവദിക്കും അല്ലേ? അത് ഖായുസായിരിക്കട്ടെ അല്ലേ, നീണാൾ വാഴട്ടെ അല്ലേ, സുഖിയായി തീര് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അനുഗ്രഹിക്കില്ലേ? പക്ഷേ ഭഗവാൻ അതിൻ്റെ ആവശ്യമുണ്ടോ? ഭഗവാൻ ഇതിനൊക്കെ അതീതനായിട്ടുള്ളതാണ്, നിർഗുണനാണ്. അങ്ങനെയുള്ള ഭഗവാന് അനുരൂപാഹ, ഇങ്ങനെയുള്ള ആശീർവദനങ്ങളും അതുപോലെയുള്ള അനുഗ്രഹങ്ങളൊന്നും ഭഗവാന് അനുയോജ്യമല്ല. എങ്കിലും ഇപ്പം ഭഗവാൻ ഗുണങ്ങളോട് കൂടിയവനായി ഒരു മനുഷ്യരൂപത്തിൽ നമ്മളെ മാതിരി ഒരാളായിട്ടാണല്ലോ ലീല ചെയ്യുന്നത്. അതുകൊണ്ട് ഭഗവാനെ സന്തോഷപൂർവം ദ്വിജേരിതാഹ, ബ്രാഹ്മണരൊക്കെ ഉച്ചത്തിൽ അവിടുത്തെ മഹാത്മ്യങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ആശീർവാദങ്ങൾ ചെയ്യുന്ന അർത്ഥം. സുഖിയായി തീരട്ടെ, ദീർഘായുഷ്മാൻ ഭവ, സുഖീ ഭവ എന്നൊക്കെ പറഞ്ഞ് അവർ ഭഗവാനെ ആശീർവദിച്ചു എന്നർത്ഥം. വാസ്തവത്തിൽ ഈശ്വരൻ നമ്മുടെ ആശീർവാദം ആവശ്യമില്ല. പക്ഷേ ഈശ്വരനായിട്ടല്ലോ ഇപ്പോൾ ഇവിടെ ഭഗവാൻ മനുഷ്യനെ പോലെയായിട്ടല്ലേ ലീല ചെയ്യണത്. അപ്പോൾ ആ രീതിയിൽ നിർഗുണൻ സഗുണനായി വന്നപ്പോൾ ആ ഭഗവാന് ഇവരുടെ ആശീർവാദം കൊടുക്കണോണ്ടും തെറ്റില്ല. അതുകൊണ്ട് അവരുടെയൊക്കെ ആശീർവാദം സ്വീകരിച്ച് ഭഗവാൻ അവരെയൊക്കെ സന്തോഷത്തോടെ അനുഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അന്യോന്യമാസിയിൽ സഞ്ചൽപ്പ ഉത്തമ ശ്ലോകചേതസാം കൗരവേന്ദ്ര സ്ത്രീണാം സർവശ്രുതി മനോഹര. ഇനിയുള്ള ഭാഗങ്ങളിൽ ഈ കൃഷ്ണൻ്റെ ദിവ്യത്വവും ഈശ്വരത്വവും കൗരവ സ്ത്രീകൾ മാളികളുടെ മുകളിലിരുന്നു കൊണ്ട് പാടണതാണ്. എവിടുന്ന് അവർക്ക് ഈ അറിവൊക്കെ ഉണ്ടായെന്ന് ശരിയ? ആരാണ് ഈ കൃഷ്ണൻ? വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും പ്രതിപാദിക്കുന്ന സച്ചിദാനന്ദ പരമാത്മാവാണ് ഈ കൃഷ്ണൻ. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പുണ്ടായവനാണ് ആ ഈശ്വരനാണ് ഈ കൃഷ്ണൻ. ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവർ ഓരോരുത്തരും കൃഷ്ണനെ സ്തുതിക്കുന്നതേ. സർവശ്രുതി മനോഹരാഹ, സർവരുടെയും ശ്രുതി കാതുകളെയും മനസ്സുകളെയും ആനന്ദിപ്പിക്കുന്ന ആ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു. അവർ ഭഗവാനെക്കുറിച്ച് സ്തുതിച്ച സ്തോത്രം കേൾക്കണവരുടെയൊക്കെ മനസ്സിനെയും കാതുകളെയും കുളിപ്പിക്കുന്നതാണ്. മാത്രമല്ല ശ്രുതി എന്ന് സർവശ്രുതി മനോഹര എന്നുള്ള വേറെ അർത്ഥം. ശ്രുതി എന്ന് വെച്ചാൽ വേദം എന്നർത്ഥം. ശ്രുതി ശബ്ദത്തിന് വേദം എന്നർത്ഥമുണ്ട്. അതുകൊണ്ടോ സകല ഉപനിഷത്ത് ദേവതകളും അഭിനന്ദിച്ചു ഭഗവാനെ. കാരണം അവർ സ്തുതികൾ മുഴുവൻ ഉപനിഷത്തിൽ പ്രതിപാദിച്ച പരമാത്മാവിനെ കുറിക്കുന്നതായിരുന്നു. അങ്ങനെയാണ് അവരൊക്കെ ഭഗവാനെക്കുറിച്ച് സ്തുതിച്ചതന്ത്രം. ഉത്തമ ശ്ലോകജയസാം, പുണ്യകീർത്തിയായ ആ ഭഗവാനിൽ ഭക്തിപൂർവ്വം അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയതായ ആ സ്ത്രീകൾ മുഴുവനും ഈ ശ്രീകൃഷ്ണൻ്റെ തേജസ്, സൗന്ദര്യം, മാഹാത്മ്യം, ദിവ്യത്വം, സർവേശ്വരത്വം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സ്തുതിച്ചു. ആരാണ് ഈ കൃഷ്ണൻ? ഇതാണ് പറയുന്നത്. സവൈക്കിലായം പുരുഷപുരാതനോ യ ഏക ആസീത വിശേഷ ആത്മനി അഗ്രേ ഗുണേഭ്യോ ജഗതാത്മനീശ്വരേ നിമീലിതാത്മൻ നിശി സുപ്തശക്തിഷു. ആരാണ് ഈ കൃഷ്ണൻ എന്നാണ് അവർ പറയണത്? ഈ കൃഷ്ണൻ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് പ്രളയത്തിൽ ഈ ജീവജാലങ്ങളൊക്കെ തന്നിൽ ലയിച്ചിരിക്കണ ആ സമയത്ത് പ്രകൃതിയെ മുഴുവൻ, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന പ്രകൃതി അടക്കം, ത്രിഗുണാത്മികമായ മായ അടക്കം തന്നിൽ വിലയിപ്പിച്ചുകൊണ്ട്
ആത്മാരാമനായിട്ട് ആ ആദിശേഷൻ്റെ പര്യങ്കത്തിൽ അങ്ങനെ ആ ആത്മധ്യാനത്തിൽ മുഴുകിയിരുന്നതായ ആ ആദിപുരുഷനാണ്, ആ പുരാണപുരുഷനാണ്, ആ സർവേശ്വരനാണ് ഈ കൃഷ്ണൻ എന്നവർ പറയണത്. സാവൈ ഇവൻ തന്നെയാണ് അവൻ. ഗുണേഭ്യ അഗ്രേ ത്രിഗുണാത്മകമായിട്ടുള്ളതായ ഈ പ്രകൃതിക്ക് അതീതനായിക്കൊണ്ട് സൃഷ്ടിക്ക് മുമ്പ് ഈശ്വരെ നിമീലിതാത്മൻ കണ്ണുകൾ അടച്ചുകൊണ്ട് ആ ആത്മസ്വരൂപത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിലയിപ്പിച്ചുകൊണ്ട് ഇരുന്ന ആ ആദിപുരുഷനാണ്, ആ പുരാണപുരുഷനാണ്, ആ പരമാത്മാവാണ്. ഇതാണ് കൗരവേന്ദ്ര ഹസനാപുര സ്ത്രീകളുടെ കൃഷ്ണനെക്കുറിച്ചുള്ള ധാരണ. ആരായി കൃഷ്ണൻ എന്നറിയോ? ഈ കൃഷ്ണൻ നമ്മൾ വിചാരിക്കുന്ന ആളല്ല കേട്ടോ. ഈ രണ്ട് പരാർത്ഥം കഴിയുമ്പോൾ പ്രപഞ്ചം പ്രളയം ഭാവിക്കും. ഈ പ്രളയം വെച്ചുമ്പോൾ പ്രപഞ്ചമില്ലേ, ഈ പ്രപഞ്ചത്തെ പ്രകൃതി ത്രിഗുണങ്ങളോടുകൂടി തന്നിൽ ലയിപ്പിച്ച് ഈ ഭഗവാൻ ലയിച്ചിരിക്കുക. അപ്പോൾ ഈ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെ മുഴുവൻ തന്നിൽ ലയിപ്പിച്ച് ആ ആത്മാരാമനായി വിരാജിക്കുന്ന ആ സച്ചിദാനന്ദമൂർത്തി, ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണസ്വരൂപൻ ആണ് ഈ കൃഷ്ണൻ. ഈ കൃഷ്ണനിൽ നിന്നാണ് പിന്നീട് പ്രകൃതി അവിടുത്തെ സങ്കല്പം കൊണ്ട് ഉണർന്നു വന്ന് ഈ പ്രപഞ്ച സൃഷ്ടിയാദികളെല്ലാം നടത്തുന്നത്. ഇങ്ങനെ സൃഷ്ടിയുടെ ആദിയിലും അന്ത്യത്തിലും ശേഷിക്കുന്നവനാണ് ഈ കൃഷ്ണൻ. ആ ഭഗവാനിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. ആ ഭഗവാൻ തന്നെയാണ്, കൃഷ്ണൻ തന്നെയാണ് ഈ പ്രപഞ്ചമായിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇവരുടെ സ്തുതി. ഈ സ്തുതി മുഴുവൻ വേദാന്തമല്ലേ, അല്ല ഉപനിഷത്ത് രഹസ്യമല്ലേ. അതാണ് സർവശ്രുതി മനോഹര. സർവശ്രുതികളുടെയും താല്പര്യമാണ് ഈ കൃഷ്ണനെ സ്തുതിക്കാൻ അവർ ഉപയോഗിച്ചത്. അതാണ് അവർ സ്തുതിച്ച സ്തുതികൾ. സ ഏവ ഭൂയോ നിജവീര്യചോദിതാം സ്വജീവമായാം പ്രകൃതിം സുസൃക്ഷരീം അനാമരൂപാത്മനിരൂപനാമനി വിരിൽ സമാനോനുസസാര ശാസ്ത്രകൃത്. എന്നെ പറയണു, ആരാണ് ഈ കൃഷ്ണൻ? ഈ പ്രപഞ്ച പ്രളയകാലത്ത് ഈ ലോകത്തെ മുഴുവൻ തന്നെ ലയിപ്പിച്ചുകൊണ്ട് ആത്മാരാമനായി വിരാജിച്ച ആ സച്ചിദാനന്ദ സർവേശ്വരനാണ് ഈ കൃഷ്ണൻ. ഇനി പറയണു, പ്രപഞ്ച സൃഷ്ടിയുടെ ആദിയിൽ ശാസ്ത്രകൃത് വേദശാസ്ത്രങ്ങളെ തന്നിലൂടെ പ്രകാശിപ്പിച്ചവനാണ്. അതെന്തിനാ? പ്രപഞ്ചം ഉണ്ടായാൽ ഈ പ്രപഞ്ചത്തിലുള്ള ആ ആളുകളൊക്കെ എങ്ങനെ ജീവിക്കണം എന്ന് അറിയാനുള്ളൊരു നിയമാവലി വേണം, വേണ്ടേ? ആ നിയമാവലിയാണ് വേദശാസ്ത്രങ്ങൾ. ആ വേദശാസ്ത്രങ്ങളൊക്കെ ബ്രഹ്മാവിന് ഉത്ബോധിപ്പിച്ചു കൊടുത്തതാരാ? ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ അന്തര്യാമിയായിട്ടുണ്ട് ഭഗവാനാണല്ലോ. അതെ. സയേവ ഭൂയ അനാമരൂപാത്മനിരൂപനാമനി വിതൽ സമാനഃ. ഈ നാമരൂപാത്മകമായ പ്രപഞ്ചം മുഴുവനും ആ ഭഗവാനിൽ ഇരുന്നിരുന്നു. പിന്നീടോ ഭഗവാൻ ബഹുസ്യാം ഏകോഹം ബഹുദാസ്യാം എന്ന് സങ്കല്പിച്ചു. ഭഗവാൻ ഏകനായ ഞാൻ പലതായി തീരട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് തന്നിൽ ലയിച്ചിരുന്ന കാലശക്തിയെ ആദ്യം ഉണർത്തി. പിന്നീടോ തൻ്റെ കടാക്ഷം കൊണ്ട് തന്നിലുണ്ടായ ത്രിഗുണാത്മിക യോഗമായെ ഉണർത്തി. ആ മായയുടെ 3 ഗുണങ്ങളെ അനുസരിച്ചുകൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടിയാദികൾ നടത്തുന്നവനും ഈ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചമായിരിക്കുന്നവനും ആ ഭഗവാൻ തന്നെ. ആ ഭഗവാനാണ് ഈ കൃഷ്ണൻ. ആ സൃഷ്ടിക്കപ്പെട്ട ജീവരാശികളുടെ ശ്രേയസ്സിനു വേണ്ടി, ക്ഷേമത്തിനു വേണ്ടി വേദശാസ്ത്രങ്ങളെ നിർമ്മിച്ചതും അതാ ഉപദേശിച്ചതും അവിടെ നിന്ന് തന്നെ. ആരായി കൃഷ്ണൻ? ആദ്യം പുഷ്പവർഷ ചെയ്ത് ഭഗവാനെ സ്തുതിച്ചു, സാമാന്യ മഹിമ പറഞ്ഞിട്ട്. പിന്നീട് പറഞ്ഞതൊക്കെയോ കൃഷ്ണൻ്റെ സർവേശ്വരത്വം, കൃഷ്ണൻ്റെ പരമാത്മസ്വരൂപത്വം, കൃഷ്ണൻ്റെ അദ്വിതീയത്വം സൂചിപ്പിച്ചുകൊണ്ടാണ്. ഇനിയും അങ്ങനെയുള്ള ആ ഭഗവാനാണ് ഈ കൃഷ്ണനിരിക്കെ, ആ സർവേശ്വരനാണ് ഈ കൃഷ്ണനിരിക്കെ, ആ കൃഷ്ണൻ്റെ അതിദുർലഭമായ ദർശനം നമുക്ക് കിട്ടിയില്ലേ? നമ്മൾ എത്ര ധന്യരാ പറയാ. നോക്കൂ, നാം കാണുന്ന ഈ കൃഷ്ണൻ സാമാന്യൊരാളല്ല. ഈ പ്രപഞ്ചകോടികൾക്കിടെ മുഴുവൻ ആദികാരണനാണ്. അവനെ നമുക്ക് ഇപ്രകാരം നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ സാധിച്ചില്ലേ? അതിദുർലഭമായ അവിടുത്തെ ദർശനം ഇപ്പം അവിടുത്തെ കാരുണ്യം കൊണ്ട് നമുക്ക് സിദ്ധിച്ചുവല്ലോ. സവാ അയം യത് പദമത്ര സൂരയോ ജിതേന്ദ്രിയാ നിർജിതമാതരീശ്വനഃ പശ്യന്തി ഭക്തിയുൽക്കലിതാമലാത്മന നന്വേഷ സത്വം പരിമാഷ്ടുമർഹതി. ആർക്കാണ് ഈ കൃഷ്ണനെ കാണാൻ പറ്റുക? നോക്കൂ, സവാ അയം യത് പദം അത്ര സൂരയോ, ഈ ഭഗവാന്റെ പദത്തെ ആർക്കാ കാണാൻ സാധിക്കുക? ജിതേന്ദ്രിയാഹ, ഇന്ദ്രിയങ്ങളെ പരിപൂർണമായി നിയന്ത്രിച്ചവര്. നിർജിത മാതരിശ്വനഃ, മാതരിശ്വ വെച്ച വായു, കാറ്റ്. ഇവിടെ കാറ്റ് എന്ന് പറഞ്ഞ പ്രാണൻ.
നിർജിതം. പ്രാണനെ ജയിച്ച ആൾക്കാർ പ്രാണായാമം കൊണ്ട് പ്രാണനെ അടക്കി, അല്ലേ? ഇന്ദ്രിയങ്ങളെ, വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കി. അങ്ങനെയുള്ള വിവേകികളായിട്ടുള്ളതായ ആ തപസ്സികളായ മഹാത്മാക്കൾക്ക് മാത്രം ഭക്തിൽക്കലിതാത്മനാത്മനഃ, ആ പരമഭക്തി കൊണ്ട് ശുദ്ധമായ ഹൃദയത്തോടുകൂടി ആ ഭഗവാനെ ആ ധ്യാനിക്കുന്ന, അങ്ങനെയുള്ള ഇന്ദ്രിയജയവും മനോജയവും പ്രാണജയവും ഒക്കെ സാധിച്ച് പരമപ്രേമത്തോടുകൂടി ഭഗവാനെ ധ്യാനിക്കുന്ന ആ നിഷ്കളങ്കവും നിശ്ചലവുമായ ഹൃദയം കൊണ്ട് മാത്രം കാണാൻ കഴിയുന്നവനാണ് ഈ കൃഷ്ണൻ. അങ്ങനെയുള്ള മഹാന്മാർ കാണുന്ന ആ ഭഗവാനെ നമ്മുടെ കണ്ണുകൾക്ക് നമുക്ക് കാണാൻ സാധിച്ചുവല്ലോ, അഥവാ നമുക്ക് ദർശനം തന്നുവല്ലോ. അവിടുത്തെ കാരുണ്യം, ആ സർവേശ്വരനല്ലേ കൃഷ്ണൻ. അതാ പശ്യന്തി ഭക്തിയുൽക്കലിതാമലാത്മനഃ, ഉത്കടമായ ഭക്തി കൊണ്ട് നിർമ്മല ഹൃദയന്മാരായ ആൾക്കാർക്ക് മാത്രം കാണാൻ കഴിയുന്നവനാണ്. അങ്ങനെയുള്ള ഭഗവാനെ കാണാനുള്ള അർഹതയോ യോഗ്യതയോ നമുക്കുണ്ടോ എന്നറിയില്ല. എങ്കിലും നമുക്ക് ആ കൃഷ്ണനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലോ. നന്വേഷസത്വം പരിവാഷ്ടും അർഹതി. അപ്പം ഈ കൃഷ്ണൻ്റെ ദർശനം തന്നെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ ഉള്ള മാർഗം. കൃഷ്ണദർശനം, കൃഷ്ണനാമം, കൃഷ്ണലീല, കൃഷ്ണകഥ ശ്രവണം തന്നെ നൃത്തം. അല്ലാതെ യോഗ തപസ്സ അതൊന്നും ചെയ്തുകൊണ്ട് മനസ്സ് ശുദ്ധമാകാൻ പോണില്ല. ഭഗവത് അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ എന്താ? ഭക്തന്മാർക്ക് ഭക്തി ഉണ്ടാവണം, അതിന് ഭഗവാൻ അതിന് പറ്റിയ ലീലകൾ ചെയ്യണം. അതാണ് ഭഗവാന്റെ അവതാരത്തിൻ്റെ ഉദ്ദേശമല്ലോ. അതെ. അപ്പോൾ തപസ്സോ യോഗാനുഷ്ഠാനങ്ങളോ ചെയ്യുന്നത് കൊണ്ട് മാത്രം മനസ്സിനെ ശുദ്ധമാക്കാൻ സാധിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് ദിവ്യലീലകളാടി, ആ ദിവ്യലീലകൾ പാടിയും കേട്ടും കീർത്തിച്ചും ഭഗവാനിൽ ഭക്തി വളർന്ന് മനസ്സ് ശുദ്ധമാക്കാൻ വേണ്ടി ഭഗവാൻ അവതാരമെടുത്ത് തന്നെ. അങ്ങനെയുള്ള ആ ഭഗവാൻ ഇങ്ങനെ അവതരിച്ച് നമ്മുടെ മുമ്പിലൂടെ ദാ കടന്നു പോകുന്നുവല്ലോ, നമ്മുടെ അക്ഷികൾക്ക് വിഷയമായി തീർന്നുവല്ലോ. നമ്മുടെ ഭാഗ്യം എത്ര ധന്യം, നമ്മൾ എത്ര ധന്യന്മാർ, നമ്മുടെ ഭാഗ്യം എത്ര വലുതാണ്. ഈ കൃഷ്ണൻ അങ്ങനെ ദൂരത്തൂടെ സഞ്ചരിക്കുന്നു. ആ കൃഷ്ണനെ ദർശിക്കാൻ നമ്മളൊന്നും അർഹരല്ല, പക്ഷെ അവിടുത്തെ കൃപ കൊണ്ട് നമുക്ക് അവിടുത്തെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി എന്നർത്ഥം. ഇനി ഭഗവാന്റെ ആ പുണ്യത്തെ ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്ന സ്തുതിയാണ്. സവാ അയം സഹ്യനുഹീര സൽക്കഥോ വേദേഷു ഗുഹ്യേഷു ച വേദവാദിഭിഃ യ ഏക ഈശോ ജഗതാത്മലീലയാ സൃജത്യവത്യത്തിന തത്ര സജ്ജതേ. വേദാന്ത സ്തുതിയാണ് അതെല്ലാം. ഹേ സഖി പറയാണ്. സഖി ഒരു സ്ത്രീ വേറൊരു സ്ത്രീയോട് പറയുക, ഏ സഖി, വേദേഷു ഗുഹ്യേഷു അതിരഹസ്യങ്ങളായ വേദങ്ങളിലും, അതുപോലെ അനുഗീത സൽക്കഥ നാരദ പഞ്ചരാത്രം മുതലായിട്ടുള്ളതായ ആ ഭഗവന്റെ അതീവ രഹസ്യത്തെ നിരൂപണം ചെയ്യുന്നതായ ആ ഗ്രന്ഥങ്ങളിലൊക്കെ മഹാത്മാക്കൾ ഈ ശ്രീകൃഷ്ണൻ്റെ തന്നെ ലീലകളെയാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ പഞ്ചരാത്രത്തിലും വേദങ്ങളിലൊക്കെ ആരെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? മഹാത്മാക്കളൊക്കെ ഇതുവഴി ആരുടെ മഹിമയാണ് പാടി പുകഴ്ത്തുന്നത്? അത് ഈ കൃഷ്ണനാണ്. ഈ കൃഷ്ണനെയാണ് വേദത്തിൽ പറഞ്ഞേക്കുന്നത്. ഈ കൃഷ്ണനെക്കുറിച്ചിട്ടാണ് നാരദ പഞ്ചരാത്രം മുതലായ ഗ്രന്ഥങ്ങളിലൊക്കെ നാരദാദി മഹർഷിമാർ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ മഹിമകളാണ് മഹാത്മാക്കൾ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ ഇതാ നമുക്ക് ദർശന വിഷയമായി തീർന്നില്ലേ? ആ ഭഗവാനെ നമുക്ക് കാണാൻ സാധിച്ചുവല്ലോ. യ ഏക ഈശ്വര ജഗതാത്മലീലയ, ആ സർവേശ്വരൻ തന്നെ, ആ കൃഷ്ണനായ ഈശ്വരൻ തന്നെ ഈ പ്രപഞ്ചങ്ങളെയെല്ലാം തൻ്റെ യോഗമായ ശക്തി കൊണ്ട് സൃജതി സൃഷ്ടിക്കുന്നു, അവധി സംരക്ഷിക്കുന്നു, അത്തി വിഴുങ്ങുന്നു അഥവാ സംഹരിക്കുന്നു, തന്നിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും തത്ര ന സജ്ജതേ, ഈ പ്രവൃത്തികളിലൊന്നും യാതൊരു സംഘവുമില്ലാതെ, അല്പം പോലും ഒട്ടലില്ലാതെ ഭഗവാൻ വർത്തിക്കുന്നു. അപ്പോൾ വേദശാസ്ത്രങ്ങളിലും അതിരഹസ്യമായിട്ടുള്ളതായ പഞ്ചരാത്രാദി ഭഗവത് മഹിമയെ പ്രകാശിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഏതൊരു സർവേശ്വരനെയാണോ പ്രതിപാദിച്ചിട്ടുള്ളത്, ആ സർവേശ്വരനാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ച ഈ ശ്രീകൃഷ്ണൻ. ഈ കൃഷ്ണനാണ് സങ്കല്പശക്തി കൊണ്ട് ഈ പ്രപഞ്ചകോടികളെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നത്. എന്നിട്ടും അതിലൊന്നിലും ആസക്തനാകാതിരിക്കണു. അതല്ലേ ഈശ്വരൻ്റെ മഹാത്മ്യം. യഥാ ഹ്യധർമ്മേണ തമോധിയോ നൃപാഃ ജീവന്തി തത്രൈഷ ഹി സാത്വത കില ദത്തേ ഭഗം സത്യമൃതം ദയാം യശോ ഭവായ രൂപാണി ദദത് യുഗേ യുഗേ. ഇങ്ങനെയുള്ള സർവേശ്വരൻ്റെ അവതാരങ്ങളുടെ കാരണം എന്താണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നൃപാഃ തമോധിയഃ സന്തഃ, യഥാ എപ്പോഴാണോ
നിർവാഹ രാജാക്കന്മാരൊക്കെ ഭരണാധികാരികളൊക്കെ തമോ ഗുണപ്രധാനികളായിട്ട് അധർമ്മേണ ജീവന്തി, അധർമ്മം ചെയ്ത് തൻ്റെ ഉദരപൂരണ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ അധികാരത്തെ ദുരുപയോഗം ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഭരണാധികാരികൾ തമോ ഗുണത്തിന് അടിമപ്പെട്ട് അധർമ്മികളായി തൻ്റെ സ്വാർത്ഥ ജീവിതത്തിന് വേണ്ടിയിട്ട് ഈ അധികാരവും അതുപോലെയുള്ള സമ്പത്തൊക്കെ എപ്പോഴാണോ ഉപയോഗിച്ച് ജനങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാക്കുക, തഥാ ആ സമയത്ത് ധത്തേ ഭഗം സത്യമൃതം ദയാം യശോവും, സച്ചിദാനന്ദ സ്വരൂപനായ ഈ കൃഷ്ണൻ തന്നെ ലോകക്ഷേമത്തിന് വേണ്ടി യുഗന്തോറും അത്യന്തം സത്വഗുണമായിട്ടതായ ഒരു ശരീരമെടുത്തുകൊണ്ട് അവതാരമെടുക്കണം. ഭഗം സത്യം മൃതം ദയാം യശഃ ധത്തേ. അങ്ങനെ ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് ഈ എല്ലാ ഗുണങ്ങളോടും കൂടിയിട്ടാണ് വരണത്. ഐശ്വര്യം, സത്യം, കാരുണ്യം, യശസ്, ഈ വക എല്ലാ ഈശ്വരീയ ഗുണങ്ങളെയും ധരിച്ചുകൊണ്ട് അധർമ്മം വർദ്ധിക്കുമ്പോൾ ധർമ്മപരിപാലനത്തിന് വേണ്ടി ഭഗവാൻ അവതാരമെടുക്കണം. അങ്ങനെ വന്നതാണ് ഇപ്പോൾ ഈ ശ്രീകൃഷ്ണനായിട്ട് പറയാം. അപ്പോൾ എപ്പോഴൊക്കെ ഭരണാധികാരികൾ സ്വാർത്ഥികളായി തീരുമോ ആ സമയത്ത് അധർമ്മം ഉണ്ടാവും. അങ്ങനെ അധർമ്മം വരുന്ന സമയത്തൊക്കെ ഭക്താനുകമ്പിയായ ഭഗവാൻ തൻ്റെ ഈശ്വരീയമായ എല്ലാ ഗുണങ്ങളോടും കൂടി മഹിമയോടും കൂടി ധർമ്മപരിപാലനാർത്ഥം അവതാരമെടുക്കുന്നു. അങ്ങനെ വന്നതാണ് ഇപ്പോൾ ഈ ശ്രീകൃഷ്ണൻ. ആ ഭഗവാനെ നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടായില്ലോ, നമ്മളെത്ര ധന്യരായി കൃതാർത്ഥരായി എന്ന് അവരുടെ ഭാഗ്യത്തെ അവർ പറയാം. വിശിഷ്യ ഈ കൃഷ്ണാവതാരത്തിൻ്റെ സവിശേഷതയാണ് ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അഹോ അലം ശ്ലാഘ്യതമം യദോകുലം, അഹോ അലം പുണ്യതമം മധോർവനം, യദേശ പുംസാമൃഷഭശ്യപ്പതി സുജന്മനാ ചംക്രമണേന ചഞ്ചതി. അഹോ യദോഹോ കുലം ശ്ലാഘ്യതമം. ഈ യദുവംശം ഭഗവാന്റെ അവതാരം കൊണ്ട് അത്യധികം ശ്രേഷ്ഠമായി, ശ്ലാഘ്യമായി, ശ്ലാഘിക്കപ്പെടേണ്ടതായി. എന്താ, ഏതൊരു വംശത്തിലാണ് ഭഗവാൻ ഈ കൃഷ്ണൻ അവതരിക്കാൻ തീരുമാനിച്ചത്? യദുവംശത്തിലല്ലേ? തൻ്റെ അവതാരം കൊണ്ട് ഈ യദുവിൻ്റെ കുലത്തെ ഭഗവാൻ അനുഗ്രഹിച്ചതുകൊണ്ട് തന്നെ അത് അത്യന്തം പാവനമായി, ശ്ലാഘ്യമുള്ളതായി. അഹോ മധോഹവനം, ഈ മധുവനം, ഭൂമിയിൽ മധുവനം അത്യന്തം പുണ്യം നിറഞ്ഞതായി മാറി. എന്തുകൊണ്ട്? അവിടെയല്ലേ ഭഗവാൻ തൻ്റെ പാദങ്ങളെ കൊണ്ട് ഓടി നടന്ന് ലീലകൾ ചെയ്തത്. മധുവനവും വൃന്ദാവനമൊക്കെ. എന്താ കാരണം? പുംസാം ഋഷഭ ശ്രിയപ്പതി. ആരാണ് ഈ കൃഷ്ണൻ? പുരുഷനിൽ ഉത്തമനാണ്, പരമപുരുഷനാണ്, പുരുഷോത്തമനാണ്, ശ്രിയപ്പതിയാണ്, ലക്ഷ്മീപതിയാണ്. സർവോത്തമ പുരുഷോത്തമനായ ഭഗവാനും ലക്ഷ്മീപതിയുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ അവതാരം കൊണ്ട് ഈ യദുകുലത്തെ അനുഗ്രഹിച്ചുകൊണ്ട് യദുകുലം പവിത്രമായി. ഭഗവാൻ തൻ്റെ പാദപത്മങ്ങളെ കൊണ്ട് ഓടി നടന്ന് ലീല ചെയ്തുകൊണ്ട് ഈ വൃന്ദാവനവും ഈ മധുരാപുരിയുമൊക്കെ അത്യന്തം പുണ്യം നിറഞ്ഞതായി, അനുഗ്രഹീതമായി, ധന്യധന്യമായി. ആ കൃഷ്ണൻ്റെ ദർശനം കൊണ്ട് നമ്മളും ധന്യരും കൃതാർത്ഥരുമായി പറയാം. ആ ഭഗവാന്റെ അവതാരം കൊണ്ട് ഭഗവാന്റെ അവതാര ലീലകളുണ്ടായി. ആ അവതാര ലീലകളുണ്ടായതുകൊണ്ട് നമുക്കൊരു ഭാഗവതം ഉണ്ടായി. അങ്ങനെ ഒരു ഭാഗവതം കേൾക്കാൻ ഭാഗ്യം ഉണ്ടായതുകൊണ്ട് നമ്മളും ധന്യരായി എന്നർത്ഥം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്കും ഭഗവാന്റെ ഈ അവതാരത്തിൻ്റെയും ഈ ദിവ്യലീലകളുടെയും മഹിമകളുടെയും ഒക്കെ സൗഭാഗ്യത്തെ കണക്ട് ചെയ്യണം. ഇവരൊക്കെ അതല്ലേ പറഞ്ഞത്. അങ്ങനെയുള്ള ഭഗവാനെ നമുക്ക് കാണാൻ സാധിച്ചുല്ലോ അല്ലേ? വേദങ്ങളും ദിവ്യ രഹസ്യ ശാസ്ത്രങ്ങളൊക്കെ കീർത്തിക്കുന്നത് ഏത് സർവേശ്വരനോ അവനാണ് ഈ കൃഷ്ണൻ. ആ കൃഷ്ണൻ്റെ ജന്മം കൊണ്ട് പവിത്രമായി ധന്യമായി യദൂലം, ആ പാദവാംസുക്കളെ കൊണ്ട് ധന്യമായി മധുവനവും വൃന്ദാവനവും. ആ ഭഗവത് ദർശനം കൊണ്ട് ഈ കൗരവ സ്ത്രീകളും ഈ ഹസ്തനാപുരത്തിലെ സ്ത്രീകളും ധന്യരായി എന്ന് പറഞ്ഞിട്ടാണല്ലോ പുഷ്പവർഷം ചെയ്ത് സ്തുതിച്ചത്. ഇതൊക്കെ കേൾക്കാനും പാടാനും കഴിയുന്നതുകൊണ്ട് നമ്മളും ഇത്ര ധന്യരായി. ഇങ്ങനൊരു കൃഷ്ണൻ അവതരിച്ചതുകൊണ്ട്, ഇങ്ങനൊരു ഭാഗവതം, ഇങ്ങനൊരു കൃഷ്ണ ലീലയുണ്ടായി. അതുകൊണ്ട് നമുക്കത് പറയാനും കേൾക്കാനുള്ള സൗഭാഗ്യം ഉണ്ടായി അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളും എത്രയോ ധന്യരായത്. ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ ആരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും? സീരിയൽ നോക്കിക്കൊണ്ടിരിക്കും, വേറെ നോക്കിക്കൊണ്ടിരിക്കും, വേറെ ഒന്നുമില്ല, വേറെ അല്ലെങ്കിൽ ആലോചന കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കും എന്നർത്ഥം അല്ലേ? ലോകവാർത്തയിൽ മുഴുകിക്കഴിയും, ഈശ്വര വാർത്തയിൽ മുഴുകിക്കഴിയാൻ നമുക്ക് സൗഭാഗ്യമുണ്ടാക്കി തന്ന ആ ഭഗവാൻ കൃഷ്ണനും കൃഷ്ണാവതാരത്തിനും കൃഷ്ണലീലകൾക്കും പ്രണാമങ്ങൾ അർപ്പിക്കാം. നമുക്ക് നാളെ തുടരാം. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം
സ്മരാമി നാരായണ തത്വമവ്യയം. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.